Hello all and welcome back to another class on accounting process, and today we are going to discuss about cash books. So subsidiary books we last paranju, and in that we had discussed that cash book is also one subsidiary book, but that cash book is also, along with being a subsidiary book, it is also a principal book. In subsidiary book എന്ന് വെച്ചാൽ ജേർണലിന് പകരമായിട്ട് പറയുന്നതും പ്രിപ്പയർ ചെയ്യുന്നതുമാണ്. ആൻഡ് പ്രിൻസിപ്പൽ ബുക്ക് എന്ന് വെച്ചാൽ ലെഡ്ജറിന് മറ്റൊരു പേരാണ്. ഇപ്പോൾ ഈ ക്യാഷ് ബുക്ക് പ്രിൻസിപ്പൽ ബുക്കുമാണ്, സബ്സിഡിയറി ബുക്കുമാണ്. സോ ഇറ്റ് ഈസ് ബോത്ത് ദ ledger as well as a replacement for journal preparation. So അതുകൊണ്ടാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. അതായത് ജേർണൽ അല്ലെങ്കിൽ സബ്സിഡിയറി ബുക്ക് പ്രിപ്പറേഷനും നമ്മൾ ക്യാഷ് ബുക്ക് തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അത് തന്നെയാണ് ലെഡ്ജർ. അപ്പോൾ രണ്ടിൻ്റെയും ഒരേ ഫോർമാറ്റ് ആണ്. ഇത് ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്താൽ ഇറ്റ് സെർവ്സ് ദ പർപ്പസ് ഓഫ് ബീയിങ് എ സബ്സിഡിയറി ബുക്ക് ആസ് വെൽ ആസ് എ ലെഡ്ജർ. അപ്പോൾ വീണ്ടും ഒരു ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമില്ല. ക്യാഷ് ബുക്കിന് തന്നെ ഇങ്ങോട്ട് എഴുതി പോയാൽ മതി. ഈ ഒരു ഐറ്റം അല്ലെ രജിസ്റ്ററിന് മാത്രമേ ആ പ്രത്യേകതയുള്ളൂ. ബാക്കി ഏത് സബ്സിഡിയറി ബുക്കിലെ രജിസ്റ്ററും ബുക്കും എടുത്താലും അതെല്ലാം നമ്മൾ വീണ്ടും ലെഡ്ജറും കൂടി ആക്കി മാറ്റണം. എന്നാൽ ക്യാഷ് ബുക്ക് മാത്രം ഇൻ ഇറ്റ് സെൽഫ് ഇറ്റ്സ് എ സബ്സിഡിയറി ബുക്ക് ആസ് വെൽ ആസ് എ ലെഡ്ജർ. So therefore we need not prepare it twice. ഒറ്റ തവണ പ്രിപ്പയർ ചെയ്താൽ രണ്ട് പർപ്പസും സെർവ് ആകും. That is why it is very important, because you are also learning how to prepare the ledger of a cash book. Now cash book preparation മൂന്ന് formats ആണ് നമ്മൾക്കുള്ളത്. Yeah, three formats. One is simple cash book. Second is 2-column or double column cash book. And third is 3-column cash book. Cash book തന്നെ നമുക്ക് മൂന്ന് രീതിയിൽ present ചെയ്യാം. So let us take up simple cash book first. So as we said, it's nothing but a ledger in itself. അല്ലേ? അപ്പോൾ ലെഡ്ജറിന് നമ്മൾ എന്ത് ഫോർമാറ്റ് ആണ് പഠിച്ചത്, അത് തന്നെയാണ് സിമ്പിൾ ക്യാഷ് ബുക്കിന് നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത്. ബിക്കോസ് ഇറ്റ്സ് ഓൾസോ എ ലെഡ്ജർ. സോ ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, നമ്മൾ ലെഡ്ജർ ഫോളിയോ എന്ന് കോളം എഴുതുന്നുണ്ട്. ബട്ട് നത്തിങ് വിൽ ബി ജനറലി ഫിൽഡ് ദർ. സോ യു കെൻ ഐദർ സ്കിപ്പ് ഇറ്റ് ഓർ കീപ് ഇറ്റ് ആസ് ഇറ്റ് ഇസ് പാർട്ട് ഓഫ് ഫോർമാറ്റ്. എനിവേ, എമൗണ്ട് എടുത്തത്, and you have a bifurcation again on the right hand side of the page, date, particulars. LF എന്ന് കൊടുത്തിരിക്കുന്ന, since it's considered as a subsidiary book also, ഇപ്പോൾ ക്യാഷ് ബുക്ക് ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു LF റെഫറൻസ് കാണുമല്ലോ, അങ്ങനെ ഒരു ഉദ്ദേശമാണ്. സോ amount. And another important thing to write on the both sides was debit and credit. And you will have a division. This is simple cash book in which amount എഴുതാൻ നമ്മൾക്ക് ഒരൊറ്റ കോളമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇതിന് സിമ്പിൾ ക്യാഷ് ബുക്ക് എന്നോ അല്ലെങ്കിൽ സിംഗിൾ ക്യാഷ് ബുക്ക് എന്നോ വേണം പറയാം. സിംഗിൾ കോളം ക്യാഷ് ബുക്ക്. ബാക്കി രണ്ടും 2 കോളം ആ 3 കോളം ആണ് അല്ലേ. അപ്പോൾ ഇവിടെ സിംഗിൾ കോളമേ ഉള്ളൂ എമൗണ്ട് റെപ്രസെന്റ് ചെയ്യാൻ. അതാണ് സിമ്പിൾ ക്യാഷ് ബുക്കിന്റെ പ്രത്യേകത. ഇനി എങ്ങനെയാണ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. For that I am going to open the study material and I am going to take up the illustrations mentioned in each category. Yeah. First one is cash in hand. അതായത് ബിസിനസ് തുടങ്ങിയ ജനുവരി 1, 2016 ബിസിനസ് തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ ബിസിനസ്സിന് ഓപ്പൺ ചെയ്തപ്പോൾ ക്യാഷ് എത്ര കയ്യിലുണ്ടായിരുന്നു? 1200. അപ്പോൾ ക്യാഷ് 1200 കയ്യിലുണ്ട്. എൻ്റെ അത് ഫോളോയിങ് ട്രാൻസാക്ഷൻസിൻ്റെ സിമ്പിൾ ക്യാഷ് ബുക്ക് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. So now we have to shift our focus a little bit back to the trial balance discussion that we had in subsidiary book class at the starting il paranjadu alle. Trial balance il ella itemum onnengil trading and P&L like പോകും, which are in the nature of expense and income generally, and asset, liability and capital balance sheets like പോകും. Asset, liability and capital balance sheet like പോകുന്നതിന്റെ കാര്യം ആ ഐറ്റംസ് ഒന്നും നമ്മൾ ഒരു വർഷം കൊണ്ട് യൂസ് ചെയ്തോ കൊടുത്തോ തീർക്കാനുള്ളതല്ല. അതിന് ഇനിയും അടുത്ത വർഷം അല്ലെ ഫ്യൂച്ചറിലേക്ക് ഒരു എക്സിസ്റ്റൻസ് ഉണ്ടെന്ന് തെളിയിക്കുന്നതാണ് അല്ലേ. സോ വിച്ച് മീൻസ് only these items which have
or which have a place in balance sheet will have a closing balance. അതായത് കാർ, നമ്മളുടെ കയ്യിൽ ഒരു കാർ ഉണ്ട്, ആ കാർ അസറ്റ് ആണ്, അപ്പൊ അത് എവിടെ വരും? ബാലൻസ് ഷീറ്റ്. അപ്പൊ കാറിന് 2.5 ലക്ഷം രൂപയായി, 2.5 ലക്ഷം രൂപ കൊടുത്താണ് നമ്മൾ വാങ്ങിച്ചെങ്കിൽ അതിന്റെ അസറ്റിന്റെ വാല്യൂ എത്രയായിരിക്കും? 2.5 ലക്ഷം രൂപ. അപ്പൊ ബാലൻസ് ഷീറ്റിൽ ആ അസറ്റ് 2.5 ലക്ഷം എന്ന് പറഞ്ഞ് നമ്മൾ റെക്കോർഡ് ചെയ്യും. ഇനി 2.5 ലക്ഷം രൂപ അടുത്ത വർഷം യൂസ് ചെയ്യാൻ നേരത്തെ എനിക്ക് കാർ ഇല്ലാണ്ടാകും? ഇല്ല. നെക്സ്റ്റ് ഇയർ ബിസിനസ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഐ സ്റ്റിൽ ഹാവ് ദ സെയിം കാർ വർത്ത് 2,50,000, which means all accounts or ledgers which are represented in balance sheet will have the amount shown in the balance sheet as their balances. ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഏത് ദിവസമാണ്? നമ്മൾ പറഞ്ഞിരുന്നു ആ വർഷം തീരുന്ന ദിവസം, വിച്ച് ഈസ് സാധാരണ നമ്മൾ എടുക്കുന്നത് ഏപ്രിൽ ടു മാർച്ച് എന്ന് പറയുന്ന 12 മാസത്തെ കണക്കാണ്. സോ ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ആ വർഷം തീരുന്ന ദിവസം എൻ്റെ അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ പൊസിഷൻ എത്ര എന്നാണ്. സോ ഈ ഓരോ ഐറ്റത്തിനും 31 മാർച്ച് എന്ന് പറഞ്ഞ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഓരോ എമൗണ്ട് കാണുമല്ലോ. സോ അത് അസറ്റ് ആണെങ്കിൽ, കാർ നമ്മൾ പറഞ്ഞ കാർ ആണെങ്കിൽ കാർ ഒരു അസറ്റ് ആണ്. എന്ത് ബാലൻസ് ആയിരിക്കും ട്രയൽ ബാലൻസിലുണ്ടാവുക? ഡെബിറ്റ് ബാലൻസ്. ആ ഡെബിറ്റ് ബാലൻസ് അസറ്റ് ആയത് കാരണം നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് കൊണ്ടുപോകും. സോ ഇറ്റ് മീൻസ് ദാറ്റ് ബാലൻസ് ഷീറ്റിലുള്ള എല്ലാ ഐറ്റവും അടുത്ത വർഷങ്ങളിലേക്ക് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നതാണ്. ഒന്നെങ്കിൽ ഇമ്മീഡിയറ്റ് നെക്സ്റ്റ് ഇയർ ആവാം. സോ വിച്ച് മീൻസ് ആ 31st മാർച്ചിന് കാറിന്റെ വില 2.5 ലക്ഷമാണെന്ന് പറഞ്ഞാൽ നമ്മൾ അത് പിറ്റേ വർഷമോ അല്ലെങ്കിൽ അടുത്ത വർഷങ്ങളിലായിട്ട് യൂസ് ചെയ്യാൻ പോകുന്ന അസറ്റ് ആണ്. സോ it indirectly means that all items in balance sheet will have a balance of the amount mentioned in that സ്റ്റേറ്റ്മെന്റ്. ബാലൻസ് ഷീറ്റിൽ പറഞ്ഞിരിക്കുന്നത് അതിനെ നമ്മൾ ക്ലോസിംഗ് ബാലൻസ് എന്നാണ് പറയുന്നത്. കാരണം നമ്മുടെ ഫൈനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇയറിന്റെ ലാസ്റ്റ് ഡേറ്റിലെ ബാലൻസ് ആണ് ബാലൻസ് ഷീറ്റിൽ വരുന്നത്. സോ അതിനെ നമ്മൾ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയും. സോ 31st മാർച്ചിൽ ബാലൻസ് ഷീറ്റിൽ വരുന്ന എല്ലാ ഐറ്റത്തിനും ഉള്ള ക്ലോസിംഗ് ബാലൻസ് എന്താണോ അതായിരിക്കും തൊട്ടടുത്ത ദിവസം തുടങ്ങുന്ന പുതിയ വർഷം, അതായത് അടുത്ത ദിവസം തന്നെ വീണ്ടും പുതിയൊരു ഇയർ തുടങ്ങുകയാണല്ലോ. ജസ്റ്റ് ലൈക്ക് സ്കൂൾ സ്റ്റാർട്ട്സ് ഫോർ ഓൾ ഓഫ് us. നമുക്ക് സ്കൂള് 1ാം ക്ലാസ്സിൽ നമ്മൾ ഇരുന്നു, അത് മാർച്ചിൽ കഴിഞ്ഞാൽ ഏപ്രിൽ മെയ് ഹോളിഡേ കഴിഞ്ഞ് ജൂണിൽ വരുമ്പോൾ അടുത്ത ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സെയിം വേ 31st മാർച്ചിന് ഒരു ഇയർ തീരുമ്പോൾ ഇമ്മീഡിയറ്റ്ലി യു ഡോണ്ട് ഹാവ് എനി ഹോളിഡേ പീരീഡ് ഇൻ എ കമ്പനി, ഇമ്മീഡിയറ്റ് വർക്ക് വിൽ കീപ് ഓൺ കണ്ടിന്യൂ. സോ ഇമ്മീഡിയറ്റ്ലി 1/4 അടുത്ത വർഷം സ്റ്റാർട്ട് ചെയ്യാണ്. സോ പുതിയൊരു വർഷത്തെ കണക്കുകളും അക്കൗണ്ടിങ്ങും സ്റ്റാർട്ട് ചെയ്യുന്നു. സോ ഈ ബാലൻസ് ഷീറ്റിൽ 31 മാർച്ചിന് ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് നമ്മളുടെ കയ്യിലുള്ള എല്ലാ ഐറ്റവും പിറ്റേ വർഷം ബിസിനസ് തുടങ്ങുന്ന പുതിയ വർഷത്തിന്റെ ആദ്യത്തെ ദിവസത്തെ ഓപ്പണിംഗ് ബാലൻസ് ആകും അല്ലേ? ലോജിക്കലി നമ്മൾക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമല്ലേ ഉള്ളൂ. ഇമാജിൻ ബാലൻസ് ഷീറ്റിൽ ഈ ഒരു എക്സാമ്പിളിൽ നിന്ന് തന്നെ പറയാം, നമ്മളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടായിരുന്നു. ജസ്റ്റ് ടി വി എക്സാമ്പിൾ ആണ്. സോ അതൊക്കെ വിട്ടിട്ട് ക്യാഷ് ഇപ്പോൾ ഉള്ളത് മാത്രം എടുത്തോളൂ. എത്ര രൂപയുണ്ട്? 4,40,000 ട്രയൽ ബാലൻസിലുണ്ടെന്നാണ്. ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞെങ്കിൽ P&L ബാലൻസ് ഷീറ്റിലേക്ക് പോകും. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ആണ്. സോ എങ്ങോട്ടേക്ക് പോകും? ബാലൻസ് ഷീറ്റിലേക്ക് പോകും. ബാലൻസ് ഷീറ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ എമൗണ്ട് എത്രയായിരിക്കും എഴുതുന്നത്? ഈ ട്രയൽ ബാലൻസിലുള്ള എമൗണ്ട് അല്ലേ എഴുതാൻ പറ്റും. അപ്പം 4,40,000. അതായത് ക്ലോസിങ്ങിൽ 31 മാർച്ച് തീർന്നപ്പോൾ എൻ്റെ കയ്യിൽ ക്യാഷ് എത്ര ഉണ്ടായിരുന്നു? 4,40,000 രൂപ നമ്മുടെ ഓഫീസിന്റെ ഡ്രോയറിൽ ഇരിപ്പുണ്ട് ക്യാഷ് ആയിട്ട്. അപ്പോൾ അത് ക്യാഷിയർ ലോക്ക് ചെയ്തിട്ടാണ് 31 മാർച്ചിന് ഓഫീസ് അടച്ചു പോകുന്നത്. പിറ്റേ ദിവസം പുതിയ വർഷം ഓപ്പൺ ചെയ്യുമ്പോൾ 1/4 വീണ്ടും വന്ന് അടുത്ത വർഷത്തെ കണക്കുകൾ എഴുതി തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ബിസിനസ് ആരംഭിക്കുമ്പോൾ അയാൾ വീണ്ടും ക്യാഷ് തുറന്നു നോക്കിയാൽ, ക്യാഷ് ഡ്രോയർ തുറന്നു നോക്കിയാൽ എത്ര തന്നെയായിരിക്കും അയാളുടെ കയ്യിൽ ഇരിക്കാൻ പോകുന്നത്? ആ 4,40,000 ആയിരുന്നു. കാരണം പിറ്റേ ദിവസം അടച്ചു വെച്ചിട്ട് പോയതാണ്. അടുത്ത ദിവസം തലേ ദിവസം ക്ലോസ് ചെയ്തിട്ട് പോയ ആ ക്യാഷ് ആയിരിക്കും പിറ്റേ ദിവസം വരുമ്പോൾ അവിടെ ഇരിക്കുന്നത്. വിച്ച് മീൻസ് ദ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ആൻ അക്കൗണ്ട് വിച്ച് ഈസ് എക്സിസ്റ്റിംഗ് ഓൺ എ ബാലൻസ് ഷീറ്റ് ഡേറ്റ് will become the opening balance of the next year. അടുത്ത വർഷം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ക്ലോസിംഗ് ബാലൻസ് ഓപ്പണിംഗ് ബാലൻസ് ആവും. എന്തുകൊണ്ട് ഇതിനെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് വിളിക്കുന്നു? ബിക്കോസ് ഒരു വർഷം തുടങ്ങുന്നതിന്റെ ആദ്യത്തെ ദിവസം ഓപ്പണിംഗ് ആണ് നമ്മൾ ഈ ബാലൻസ് ചെയ്യുന്നത്. സോ 1 ഇയറിന്റെ ക്ലോസിംഗ് ബാലൻസ് ആ എമൗണ്ട് ക്യാരി ഫോർവേഡ് ചെയ്ത് പിറ്റേ വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ആയി മാറും. ഏതൊക്കെ അക്കൗണ്ടുകളെ മാറുള്ളൂ? എല്ലാ അക്കൗണ്ടും മാറും? ഇല്ല, ബാലൻസ് ഷീറ്റിലുള്ള എല്ലാം മാത്രമേ മാറും. ട്രേഡിംഗ് ആൻഡ് P&L ഉള്ളത് ആ ഒരു വർഷം
യൂസ് ചെയ്ത് പോയ ചെലവുകളും അല്ലെങ്കിൽ വരുമാനമാണ്. അസറ്റ് ആൻഡ് ലയബിലിറ്റി ആൻഡ് ക്യാപിറ്റൽ മാത്രമാണ് ഫ്യൂച്ചർ ഇയേഴ്സിലേക്ക് വേണ്ടി സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത്. സോ അതിന് മാത്രമായിരിക്കും ഈ ഒരു ക്ലോസിംഗ് ബാലൻസോ അടുത്ത വർഷത്തിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുന്ന ഒരു ഓപ്പണിംഗ് ബാലൻസും ഉണ്ടാവുക. I hope it is clear to you. So opening balance and closing balance in the concept മനസ്സിലായെങ്കിൽ now we will come back to our discussion. I'm just quickly going to go back to this ledger നമ്മൾ ചെയ്ത ആ ഒരു ട്രാൻസാക്ഷൻ കൂടെ ഞാൻ ഒന്ന് എടുക്കുകയാണ്. സോ ഈ ബാലൻസ് ഷീറ്റിലുള്ള ഐറ്റംസിനായിരിക്കും ക്ലോസിംഗ് ബാലൻസ് ഉണ്ടാവുക. അപ്പോൾ ബാലൻസ് ഷീറ്റിലുള്ള ഐറ്റം ക്ലോസിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ അടുത്ത വർഷം ഓപ്പൺ ചെയ്യുമ്പോൾ ആ ബാലൻസ് ഷീറ്റിൽ ഉണ്ടായിരുന്ന ഐറ്റം തന്നെയല്ലേ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. പുതിയതായിട്ട് നമ്മൾക്ക് തന്നെ ആഡ് ചെയ്യാൻ പറ്റുമോ എന്തെങ്കിലും? ഇല്ല. ബിക്കോസ് ബാലൻസ് ഷീറ്റിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അസറ്റ് ആൻഡ് ലയബിലിറ്റി ആൻഡ് ക്യാപിറ്റലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും ക്ലോസിംഗ് ബാലൻസ് ആയിരിക്കും പിറ്റേ വർഷം ബിസിനസ് തുടങ്ങുമ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ആയി ഉണ്ടാവുക. സോ അത് എല്ലാ അസറ്റ് ആൻഡ് ലയബിലിറ്റിയും കാണും വിച്ച് എവർ അപ്പിയേഴ്സ് ഇൻ ബാലൻസ് ഷീറ്റ് വിത്ത് എൻ എമൗണ്ട്. Yeah, I hope that is clear. So let's move on to, or let's go back to the ledger class that we had discussed, and one of the ledgers I'm going to pick up. Bank account എടുക്കുക. Assume that ഈ ledger നമ്മൾ prepare ചെയ്തത് 1/4/2019 തൊട്ട് 31 മാർച്ച് 2020 വരെയാണ്. വെറുതെ ഒന്ന് അസ്യൂം ചെയ്യും. അപ്പോൾ 31 മാർച്ച് 2020 ഈ ബാങ്ക് അക്കൗണ്ടിന്റെ ക്ലോസിംഗ് ബാലൻസ് 11,35,000 ഈ എമൗണ്ടേക്ക് എങ്ങോട്ടേക്ക് പോകും? ട്രയൽ ബാലൻസിലേക്ക് പോകും. ട്രയൽ ബാലൻസിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ റിയലൈസ് ചെയ്യും ഇറ്റ്സ് എൻ അസറ്റ്, ഇറ്റ് വിൽ ഗോ ടു ബാലൻസ് ഷീറ്റ്. സോ ബാലൻസ് ഷീറ്റിലുള്ള സ്ഥിതിക്ക് ബാലൻസ് ഷീറ്റിലുള്ള എല്ലാ ഐറ്റവും അടുത്ത വർഷം സ്റ്റാർട്ട് ചെയ്യുന്ന ഓപ്പണിംഗ് ഡേറ്റ് April 1, 2020 ഓപ്പണിംഗ് ബാലൻസ് ആയി മാറും. കാരണം എൻ്റെ കയ്യിൽ ചിലവാക്കാൻ അത്രയും ബാങ്ക് ബാലൻസ് ഉണ്ടെന്ന് അല്ലേ. സോ എങ്ങനെ അതിനെ റെക്കോർഡ് ചെയ്യും? ഐ ബിലീവ് ലെഡ്ജറിന്റെ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നു ഹൗ വിൽ വി ഓപ്പൺ കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ ക്ലോസ് ചെയ്ത ബാലൻസിനെ പിറ്റേ വർഷം എങ്ങനെ ഓപ്പൺ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. ഓപ്പൺ ചെയ്യുമ്പോൾ ഓർക്കേണ്ടത് ഓരോ അക്കൗണ്ടിനും എന്ത് ബാലൻസ് ആണ് ഉണ്ടായിരുന്നതെന്ന് ചെക്ക് ചെയ്യുക. ഈ അക്കൗണ്ടിന് എന്ത് ബാലൻസ് ആണ് ഉണ്ടായിരുന്നത്? ഡെബിറ്റ് ബാലൻസ്. ക്രെഡിറ്റിൽ എഴുതിയാൽ അത് ബാലൻസിങ് ഫിഗർ എന്ന് എഴുതിയാൽ അതിൻ്റെ അർത്ഥം ദാറ്റ് അക്കൗണ്ട് ഹാസ് എ ഡെബിറ്റ് ബാലൻസ്. സോ ആദ്യമേ ഐഡന്റിഫൈ ചെയ്യേണ്ടത് ഈ അക്കൗണ്ടുകൾക്കൊക്കെ എന്ത് ബാലൻസ് ആണ്? ഡെബിറ്റ് ബാലൻസ് ആണോ? അങ്ങനെയാണെങ്കിൽ ഡെബിറ്റ് സൈഡിലായിരിക്കണം ആ ഓപ്പണിംഗ് ബാലൻസ് എഴുതേണ്ടത്. ഓപ്പണിംഗ് ബാലൻസ് എഴുതുമ്പോൾ ഏത് ഡേറ്റിൽ എഴുതണം? പ്രീവിയസ്ലി ക്ലോസ് ചെയ്തത് 31 മാർച്ച്, അപ്പോൾ പിറ്റേ ദിവസം ഓപ്പൺ ചെയ്യുന്നത് 1/4/2020. റെക്കോർഡ് ചെയ്യുന്ന ഏത് സൈഡിലാണ്? ആ അക്കൗണ്ടിന്റെ നോർമൽ ബാലൻസ്, ഡെബിറ്റ് ബാലൻസ്, അല്ലെങ്കിൽ ആ അക്കൗണ്ടിന് ആ സമയത്തുണ്ടായിരുന്ന ബാലൻസ് ഏതാണെന്ന് ഡിസൈഡ് ചെയ്തിട്ട് അത്. സോ ഇവിടെ ഡെബിറ്റ് ആണ്. ഡെബിറ്റിൽ എന്ത് എഴുതിയാലും പ്രീഫിക്സ് എന്ത് കൊടുക്കണം? 2 കൊടുക്കണം. ഇനി ഇറ്റ് വാസ് ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ വർഷം ക്ലോസ് ചെയ്യാൻ എടുത്താണ്. പുതിയ വർഷം തുടങ്ങുമ്പോൾ ആ ക്ലോസ് ചെയ്തതിൽ നിന്ന് യു ആർ ബ്രിങ്ങിങ് ഇറ്റ് ഡൗൺ ടു നെക്സ്റ്റ് ഇയേഴ്സ് ഓപ്പണിംഗ് ബാലൻസ്. ദെയർഫോർ വി റൈറ്റ് ബാലൻസ് ബ്രോട്ട് ഡൗൺ. അതിന് ഷോർട്ട് ഫോം ആയിട്ട് BD എഴുതും. എന്നിട്ട് എമൗണ്ട് എത്ര എഴുതും? 11,35,000. So this happens for every account which is present in balance sheet. Balance sheet il മാത്രമുള്ളത്. ഇനി അതേപോലെ ഒരു ക്യാപിറ്റൽ എടുക്കുക. ക്യാപിറ്റലിന് ക്രെഡിറ്റ് ബാലൻസ് ആയിരുന്നു. 31 മാർച്ചിനായിരുന്നു 10 ലക്ഷം എങ്കിൽ 1/4/2020 ഓപ്പൺ ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡിൽ ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞ് നമ്മൾ 10 ലക്ഷം എഴുതി ആ അക്കൗണ്ട് കണ്ടിന്യൂ ചെയ്യും. സോ ഇങ്ങനെയാണ് ബാലൻസ് ഷീറ്റിലുള്ള ഓരോ ഐറ്റംസും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. So with that discussion in mind, let us go back to our question on cash books. Cash in hand, January 1. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ചിലപ്പോൾ മാസത്തിൻ്റെ ഇൻഫർമേഷൻ മാത്രമായിരിക്കാം, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് കാലണ്ടർ ഇയർ തന്നെയാണ്. ജനുവരി തൊട്ട് ഡിസംബർ വരെയുള്ള 12 മാസമായിരുന്നു. അങ്ങനെ വേണമെങ്കിലും അസ്യൂം ചെയ്യാം. സോ ഐ എം ജസ്റ്റ് ഗോയിങ്. സോ ഈ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഈ ക്യാഷ് എൻ്റെ കയ്യിൽ തിരിച്ച് ബിസിനസ് വന്ന് January 1 തുറന്നപ്പോൾ ക്യാഷ് ആയിട്ട് കയ്യിലിരിപ്പുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം തലേ ദിവസം ബിസിനസ് ക്ലോസ് ചെയ്തപ്പോൾ ഇത് ക്ലോസിംഗ് ബാലൻസ് അല്ലായിരുന്നു. Yes, so this is now an opening balance. How will you record an opening balance? ഞാൻ ഇനി ടെക്സ്റ്റ് നോക്കിയായിരിക്കും എഴുതാൻ പോകുന്നത്. January 1, 2016.
ഓപ്പണിംഗ് ബാലൻസ് ആണ്. ക്യാഷിന് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആണ്. ക്യാഷ് ഇസ് an asset and it will always have a debit balance. Balance brought down. Why always debit balance എന്ന് വെച്ചാൽ ക്യാഷ് അക്കൗണ്ടിൻ്റെ നമ്മൾ അന്ന് ചെയ്തപ്പോൾ ആ ലെഡ്ജർ പ്രിപ്പയർ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായിരുന്നു ക്യാഷിൻ്റെ ഡെബിറ്റിൽ വരുന്നത് ക്യാഷ് കൂടാനുള്ള കാരണങ്ങളാണ്. ആരെങ്കിലും പൈസ കൊണ്ട് തന്നു, അല്ലെങ്കിൽ സെയിൽ ക്യാഷ് സെയിൽ നടന്നു, അതൊക്കെയാണ്. ക്യാഷ് കുറയാനുള്ള കാരണങ്ങളും നമ്മുടെ ചെലവുകളും. അപ്പോൾ നമ്മളുടെ കയ്യിൽ ഉള്ള പൈസയും കയ്യിലേക്ക് കിട്ടിയ പൈസയെക്കാളും കൂടുതൽ നമുക്ക് ചിലവാക്കാൻ പറ്റുമോ? ഇല്ല, അല്ലേ? നമ്മൾ കാശ് ഉണ്ടെങ്കിലല്ലേ ചിലവാക്കാൻ പറ്റും. അപ്പോൾ എപ്പോഴും ക്യാഷിന് ഒരു ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും ഉണ്ടാവേണ്ടത്. സോ നിങ്ങൾ പ്രാക്ടിക്കൽ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ അല്ലെ ആർട്ടിക്കൽഷിപ്പ് ഒക്കെ തുടങ്ങുമ്പോൾ നിങ്ങൾക്കറിയാം ചില ബിസിനസ്സുകാരുടെയൊക്കെ കണക്കൊക്കെ കൊണ്ട് തരുമ്പോൾ ക്യാഷ് നെഗറ്റീവിൽ കിടക്കുന്നതാണ്. ദാറ്റ് ഈസ് ബിക്കോസ് അവർ പ്രോപ്പർലി ക്യാഷ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അവർ എക്സ്പെൻസുകൾ വെറുതെ എഴുതി പോവുകയാണ്. അപ്പോൾ നമ്മൾ കണക്കുകളൊക്കെ ക്ലോസ് ചെയ്യാൻ നേരത്ത് ചിലപ്പോൾ നോക്കേണ്ടിയൊക്കെ വരാറുണ്ട്. ക്യാഷ് ഏതെങ്കിലും മാസം നെഗറ്റീവിലുണ്ടോ? ഉണ്ടെങ്കിൽ അവരെ വിളിച്ചു വെക്കണം, ഇല്ലാത്ത ക്യാഷ് എങ്ങനെ നിങ്ങൾ ചിലവാക്കിയെന്ന്. ആൻഡ് വി വിൽ ഹാവ് ടു സോർട്ട് ഇറ്റ് ഔട്ട് ബിക്കോസ് ക്യാഷ് ക്യാൻ നെവർ ബി എ നെഗറ്റീവ് ബാലൻസ്. അല്ലെങ്കിൽ നെഗറ്റീവ് എന്ന് ഉദ്ദേശിച്ചത് ക്യാഷിൻ്റെ നോർമൽ ബാലൻസ് ഡെബിറ്റ് ആണ്. അപ്പോൾ അതിനെ ഞാൻ പ്ലസ് എന്ന് വിളിക്കുന്നു. പ്ലസ് എന്ന് വിളിക്കുന്നത് ക്യാഷിൻ്റെ ഡെബിറ്റ് തന്നെയാണ്. ഇറ്റ്സ് നോട്ട് ഓൾവേസ് ഡെബിറ്റ് ഷുഡ് ബി പോസിറ്റീവ്. ക്യാഷിൻ്റെ ഡെബിറ്റിന് ഞാൻ പോസിറ്റീവ്, കാരണം ക്യാഷ് കയ്യിലുണ്ടെങ്കിൽ അല്ലേ നമ്മൾക്കത് ഉണ്ടെന്ന് പറയാൻ പറ്റും. അപ്പോൾ നെഗറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് ക്രെഡിറ്റ് ബാലൻസ് ആണ്. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സോ ക്യാഷ് ഒരിക്കലും നെഗറ്റീവിൽ പോകാൻ പാടില്ല. അതായത് കയ്യിൽ കിട്ടിയതിനേക്കാളും കൂടുതൽ ചിലവാക്കിയെന്ന് ഒരിക്കലും എഴുതാൻ പറ്റില്ല. അപ്പോൾ ക്വസ്റ്റ്യനിൽ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് തന്നാൽ ഇറ്റ് ഓൾവേസ് ഷുഡ് മീൻ ഇറ്റ്സ് എ ഡെബിറ്റ് ബാലൻസ്. എമൗണ്ട് വാസ് 1200. ഇനി ഐ എം ഗോയിങ് ടു റീഡ് ഫ്രം ദ സ്റ്റഡി മെറ്റീരിയൽ. പ്ലീസ് നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ നോക്കി വർക്കൗട്ട് ചെയ്തോളൂ കേട്ടോ. സോ ഓൺ January 1, 2016 we have received some cash from Ram. So we don't know what is the history with Ram that we have. പക്ഷേ റാമിൻ്റെ പേരോട് കൂടി റാം എനിക്ക് ക്യാഷ് തന്നു എന്ന് പറയുമ്പോൾ പ്രീവിയസ് മാസങ്ങളിലോ വർഷങ്ങളിലോ റാം എനിക്ക് ക്യാഷ് തരാനുണ്ടായിരുന്ന ഒരാളായിട്ട് ഞാൻ എഴുതി മാറ്റി വെച്ചതായിരിക്കും. അതിന് പകരമായിരിക്കും അയാൾ കൊണ്ട് നമ്മൾക്ക് പൈസ തന്നത്, അല്ലേ? സോ therefore ക്യാഷ് കൂടി, ക്യാഷിനെ ഡെബിറ്റ് ചെയ്യുക. ആരാണ് നമ്മൾക്ക് പൈസ കൊണ്ട് തന്നത്? റാം അക്കൗണ്ട്. സോ റാം ചിലപ്പോൾ എൻ്റെ ഡെറ്റർ ആയിരുന്നിരിക്കാം. അപ്പോൾ ആ ഡെറ്റർ പൈസ കൊണ്ട് തന്നതായിരിക്കാം, അല്ലെങ്കിൽ റാമിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ലോൺ വാങ്ങിച്ചായിരിക്കും, എന്തെങ്കിലും. പക്ഷെ ഇവിടെ ലോൺ എന്നൊന്നും പറയാതെ വെറുതെ റിസീവ്ഡ് എന്ന് പറഞ്ഞ കാരണം അയാളുടെ പേര് മാത്രം എഴുതുക. അസ്യൂമിങ് ഹി ഈസ് എ ഡെറ്റർ ഹു പെയ്ഡ് us now. സോ പൈസ കൂടി 300 ഡെബിറ്റ് ചെയ്യും. അടുത്തത് പെയ്ഡ് റെന്റ്. ഇനി മറ്റൊരു കാര്യം ഇപ്പോൾ തന്നെ പറയാം. As you go ahead in studies in accounting subject, ജേണൽ നമ്മൾക്ക് അറിഞ്ഞിരിക്കണം എന്ന് മനസ്സിലായി. പക്ഷെ ഒരിക്കലും ഒരു ട്രാൻസാക്ഷൻ തരുമ്പോൾ അതിൻ്റെ ജേണൽ എവിടെയെങ്കിലും എഴുതി നോക്കി എന്നിട്ട് ലെഡ്ജർ പോസ്റ്റിങ്ങിലേക്ക് പോവാതിരിക്കുക. അത് വെറുതെ ടൈം കൺസ്യൂമിങ് ആണ്. സോ ജേണൽ മനസ്സിൽ ഓർത്ത് വെച്ച് എങ്ങനെ പോസ്റ്റ് ചെയ്യാമെന്നുള്ളത് നിങ്ങൾ പഠിക്കണം. അതായത് ഒരു ട്രാൻസാക്ഷൻ തന്നാൽ വിതൗട്ട് റൈറ്റിംഗ് ജേണൽ യു ഷുഡ് ബി ഏബിൾ ടു പോസ്റ്റ് ഡയറക്ട്ലി ഇൻ ടു ദാറ്റ് പെർട്ടിക്കുലർ ലെഡ്ജർ. So ഇത് book എന്ന് പറയുന്ന ക്യാഷ് ബുക്ക് ഈസ് ബോത്ത് ജേണൽ ആസ് വെൽ ആസ് എ ലെഡ്ജർ. സോ ഇറ്റ് ഈസ് ലൈക്ക് പോസ്റ്റിംഗ്. ജേണൽ എഴുതാതെ തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പോൾ ഇനി നിങ്ങൾ പഠിക്കുമ്പോഴൊക്കെ പലപ്പോഴും ജേണൽ മനസ്സിൽ ഓർത്ത് വെക്കത്തേ ഉള്ളൂ, നേരെ പോസ്റ്റിംഗ് ആയിട്ട് നമ്മൾ ചെയ്യും. സോ തേർഡ് ട്രാൻസാക്ഷൻ റെന്റ് പേ ചെയ്തു January 7. അപ്പോൾ കാശ് നമ്മളുടെ കയ്യിൽ നിന്ന് പോയി, ക്യാഷ് കുറഞ്ഞു, ക്രെഡിറ്റ് ചെയ്യണം, അല്ലേ? സോ 7/1/2016 ബൈ റെന്റ്. റെന്റ് ആണ് നമ്മളുടെ മറ്റൊരു ഐറ്റം. റെന്റ് അക്കൗണ്ട് യൂസ് ചെയ്യുന്നു. റെന്റ് അക്കൗണ്ട് 30 rupees. അടുത്ത ട്രാൻസാക്ഷൻ സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ഇറ്റ് ഈസ് എ ക്യാഷ് സെയിൽ, ബട്ട് യു ഹാവ് റിസീവ്ഡ് ക്യാഷ്, അല്ലേ? സോ ക്യാഷ് കൂടി, എന്ത് കാരണം? സെയിൽ കാരണം. So transaction on January 1, 2016 to sales. അപ്പോൾ സെയിൽ അക്കൗണ്ട് ഓപ്പൺ ആയി അവിടെ ക്രെഡിറ്റ് പോകും, ക്യാഷ് അക്കൗണ്ട് കൂടുകയും ചെയ്യും. 300. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ പെയ്ഡ് ടു ശ്യാം. ശ്യാമിന് നമ്മൾ പേ ചെയ്തു. സോ വെൻ യു ആർ പേയിങ് യുവർ ക്യാഷ് ഗോസ് ഡൗൺ, സോ യു വിൽ ഹാവ് ടു ക്രെഡിറ്റ് ക്യാഷ്. ക്രെഡിറ്റ് ക്യാഷ് ഏത് റൂൾ വെച്ചിട്ടാണ്? മോഡേൺ അപ്രോച്ചിലെ
അസറ്റ് കാറ്റഗറിയിലാണ് ക്യാഷ് വരുന്നത്. സോ ക്യാഷിൻ്റെ അസറ്റിൻ്റെ നോർമൽ ബാലൻസ് ഡെബിറ്റ് ആണ്. അപ്പോൾ കൂടുകയാണെങ്കിൽ നോർമൽ ബാലൻസ് തന്നെ ചെയ്യണം, അതായത് ഡെബിറ്റ് ചെയ്യണം. കുറയുകയാണെങ്കിൽ ഡെബിറ്റിൻ്റെ ഓപ്പോസിറ്റായ ക്രെഡിറ്റ് ചെയ്യണം. സോ പെയ്ഡ് ടു ശ്യാം, ശ്യാമിന് കാശ് കൊടുക്കുമ്പോൾ ക്യാഷ് കുറഞ്ഞു. ഇവിടെ ശ്യാമിൻ്റെ പേരാണ് തന്നിരിക്കുന്നത്. സോ പ്രീവിയസ്ലി ഹി വുഡ് ഹാവ് ബീൻ മൈ ക്രെഡിറ്റർ ആൻഡ് ഐ വുഡ് ഹാവ് ഓപ്പൺ ഹിസ് നെയിം. ക്രെഡിറ്റർ ആയിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഞാൻ ഇന്ന് കൊടുത്ത് തീർക്കുന്നത്. സോ അയാൾ ഇനി എൻ്റെ ക്രെഡിറ്റർ ആവാൻ പാടില്ല. ശ്യാമിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യും 700. ദെൻ യു ഹാവ് പർച്ചേസ്ഡ് ഫർണിച്ചർ. സോ ഇവിടെ നോക്കുക, പർച്ചേസസ് ആണ്, പക്ഷെ ട്രേഡ് ചെയ്യുന്ന ഗുഡ്സിൻ്റെ ആണോ? അല്ല. ഫർണിച്ചർ എന്നൊക്കെ പറയുന്നത് സാധാരണ ഒരു അസറ്റ് പർച്ചേസ് ആണ്. ഫർണിച്ചറിൽ ട്രേഡ് ചെയ്യുന്ന ഒരു ബിസിനസ് ആയിരുന്നെങ്കിൽ അവർ ക്വസ്റ്റനിൽ ആ ഒരു ഇൻഡിക്കേഷൻ നമ്മൾക്ക് തന്നേനെ. സോ 27th നമ്മൾ കുറച്ച് ഫർണിച്ചർ വാങ്ങിച്ചു. സോ ഫർണിച്ചർ ഒരു അസറ്റ് ആണ്. ഫർണിച്ചർ കൂടുകയാണ്, അസറ്റിന് ഡെബിറ്റ് ചെയ്യും. എന്താണ് കുറഞ്ഞത്? ക്യാഷ് കൊടുത്താണ് ഞാൻ ഫർണിച്ചർ വാങ്ങിച്ചത്. സോ ബൈ ഫർണിച്ചർ അക്കൗണ്ട് amount is 200. Yeah. If this furniture was purchased by not paying cash and by a credit basis, രണ്ട് മാസത്തെ ക്രെഡിറ്റ് ആണ് ഫർണിച്ചർ വാങ്ങിച്ചിരുന്നെങ്കിൽ ഇത് എവിടെ നമ്മൾ പോസ്റ്റ് ചെയ്തേനെ? സബ്സിഡിയറി ബുക്കിലാണോ ക്യാഷ് ബുക്കിലാണോ? സബ്സിഡിയറി ബുക്കിൽ പർച്ചേസിൽ വരുമോ? ഇല്ല. പക്ഷെ ജേണൽ പ്രോപ്പറിൽ നമ്മൾ റെക്കോർഡ് ചെയ്തേനെ ഫർണിച്ചർ വാങ്ങിച്ചു, അങ്ങനെ ഒരു ക്രെഡിറ്ററും കൂടെ വന്നു ഫോർ an asset, not for a good that we are trading. 31st നെക്സ്റ്റ് ട്രാൻസാക്ഷൻ സാലറി പേ ചെയ്തു. അതും നമ്മളുടെ ചിലവാണ്. ക്യാഷ് കുറയാൻ കാരണം ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യുക ബൈ സാലറി അക്കൗണ്ട്. ഓപ്പോസിറ്റ് എന്താണോ അക്കൗണ്ട് അതാണ് നമ്മൾ എഴുതേണ്ടത് ഇവിടെ, അല്ലേ? ഈ റൂളൊക്കെ ഓൾറെഡി പറഞ്ഞതാണ്, അതുകൊണ്ടാണ് അതിലേക്ക് വീണ്ടും പോകാത്തത്. ഇനി റെന്റ് ഡ്യൂ നോട്ട് യെറ്റ് പെയ്ഡ് ഫോർ ജാനുവരി, അതായത് റെന്റ് ഡ്യൂ ആയി കൊടുക്കാൻ പക്ഷേ നമ്മൾ പേ ചെയ്തില്ല. Will it come in cash book? ക്യാഷ് ബുക്കിൽ എപ്പോൾ മാത്രമേ വരുള്ളൂ? പേ ചെയ്താൽ. ഇത് പേ ചെയ്തിട്ടില്ല, പക്ഷേ പേ ചെയ്യാൻ നമ്മൾ ലയബിൾ ആയി എന്നാണ് ഈ സെന്റൻസ് പറയുന്നത്. Will it affect my cash book? No. So this entry will be completely ignored. Reason നിങ്ങൾക്ക് എഴുതാം, because it is not paid as of now. It has only created a liability for me to pay in future, but I have not paid it. പേ ചെയ്യുന്ന അന്നായിരിക്കും ക്യാഷ് ബുക്കിൽ ഇത് അഫക്റ്റ് ആവുന്നത്. സോ ഇത്രയും റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യനിലെ എല്ലാ ട്രാൻസാക്ഷൻസും കഴിയും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ലെഡ്ജർ ബാലൻസ് ചെയ്യുന്ന പോലെ ബാലൻസ് ചെയ്യുക. ബിക്കോസ് ഇത് ജേണലും ലെഡ്ജറും കൂടിയാണ്. സോറി, ജേണൽ അല്ല, സബ്സിഡിയറി ബുക്കും ലെഡ്ജറും കൂടിയാണ്. സോ ലെഡ്ജറിൽ ബാലൻസ് ചെയ്യുന്ന പോലെ ബാലൻസ് ചെയ്യുക. ആൻഡ് ക്യാഷ് ബുക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഐഡിയലി ഷുഡ് ഓൾവേസ് ഹാവ് എ ഡെബിറ്റ് ബാലൻസ്. കാരണം ഉള്ള ക്യാഷ് എടുത്ത് നമ്മൾക്ക് ചെലവാക്കാൻ പറ്റുകയുള്ളൂ. So which means we will get a closing balance of 31/2016 we will get a closing balance of 770, and it will be written on credit side to balance it with the debit total. And it means that credit side il ezhudiyal balance figure at ezhudiyal adinte artham aa account na debit balance aanu. So 1800 total, which is taken from the heavier side, which was debit in this case. So this is simple cash book, which is very easy to prepare. You will have only one column to record transactions. And എല്ലാ ട്രാൻസാക്ഷനിലും ക്വസ്റ്റ്യനിൽ തരുന്നത് ഒരിക്കലും ആ ആൻസറിൽ ആപ്ലിക്കബിൾ ആകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പോൾ ചിലപ്പോഴൊക്കെ ചില ഐറ്റംസ് തരുന്നത് യു ഷുഡ് ബി ഇഗ്നോറിങ് ഇറ്റ്. യു വിൽ ഹാവ് ടു നോ ദാറ്റ് ചില ഐറ്റംസ് തരുന്നത് ഇഗ്നോർ ചെയ്യേണ്ടതാണ്. അല്ല തരുന്നതെല്ലാം റെക്കോർഡ് ചെയ്യേണ്ട സാഹചര്യമൊന്നും കാണണമെന്ന് നിർബന്ധമില്ല. So that is single or simple column cash book. Now we have double column cash book. So as the name suggests, you will have two amount column or two columns where you will write something related to amount of money. So the format is going to be slightly different. Date, particulars, LF. രണ്ട് കോളം ഉണ്ട്. അതിൽ ആദ്യത്തെ കോളം is
discount. And രണ്ടാമത്തെ column is amount. Here, same way you will repeat for the right hand side. Date, particulars, elephant, discount and amount. Yeah, and we will have a bifurcation, and we will write on top credit and debit. The mandatory ആണ് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. Debit and credit. Yeah. So ഇവിടെ additional columns amount എഴുതുന്ന column ഏതൊക്കെയാണ്? Discount amount column. അവിടെയായിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത് related to money terms ലുള്ള കാര്യങ്ങൾ. ഇനി to show you how to record these discounts, let us take up the question from your study material, which is illustration number 2. അങ്ങനെ തന്നെ നമുക്ക് ഓരോ question അവിടെ നിന്ന് തന്നെ പിക്ക് ചെയ്ത് പോകും. Ganesh commenced business on 1st April 2017 with 2000 as capital. He had the following cash transactions in the month of April. അപ്പോൾ അയാൾ ബിസിനസ് തുടങ്ങി ഏപ്രിൽ 1 2000 രൂപ ക്യാപിറ്റൽ കൊണ്ടുവന്നു. അത് കൂടാതെ അയാൾക്കുള്ള ക്യാഷ് ട്രാൻസാക്ഷൻസ് ആണ് താഴെ പറയുന്നത് അല്ലേ. സോ ഏറ്റവും ആദ്യം നമ്മൾക്ക് ആ ഒരു സെന്റൻസിൽ തന്നെ എന്ത് ഇൻഫർമേഷൻ കിട്ടി? 1/4 അയാൾ ബിസിനസ് തുടങ്ങി ക്യാപിറ്റൽ കൊണ്ടുവന്നു ആസ് ക്യാഷ്. എത്ര രൂപയാണ്? 2000 രൂപ. സോ ക്യാഷ് കൂടിയോ? യെസ്, ഐ ഹാവ് ടു ഡെബിറ്റ്. വാട്ട് വിൽ യു ക്രെഡിറ്റ്? ക്യാപിറ്റൽ അക്കൗണ്ട്. സോ ഇവിടെ നമ്മൾ ക്യാഷ് മാത്രമേ എഴുതുന്നുള്ളൂ. സോ ദെയർഫോർ നിങ്ങൾ ഈ സൈഡിൽ ഞാൻ ഹെഡിങ് പോലെ കൊടുത്താണ് ഡബിൾ കോളം എന്നൊക്കെ പറയാൻ. നമ്മൾ ഈ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ നടുക്കായിട്ട് നമ്മൾ ഈ ബൈഫിക്കേഷൻ ഡെബിറ്റും ക്രെഡിറ്റും എഴുതുന്ന ബൈഫിക്കേഷൻ്റെ മേലെയായിട്ടായിരിക്കും നമ്മൾ ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. യു ഡോണ്ട് ഹാവ് ടു സ്പെസിഫൈ ഇറ്റ് ഡബിൾ കോളം ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ ട്രിപ്പിൾ കോളം എന്നൊക്കെ. അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഇപ്പുറത്ത് എഴുതിയിട്ടുണ്ട്. ഫോമാറ്റ് എഴുതുമ്പോൾ ക്യാഷ് ബുക്ക് ഇതിൻ്റെ മേലെയായിട്ട് വേണം പ്രസൻറ്റ് ചെയ്യാൻ. സോ 1/4/2017 ക്യാപിറ്റൽ കൊണ്ടുവന്നു. സോ ടു ക്യാപിറ്റൽ അക്കൗണ്ട് ഏത് കോളത്തിൽ എഴുതും? അപ്പോൾ ഡിസ്കൗണ്ട് കോളത്തിൽ അപ്പോൾ എഴുതാൻ പോകുന്നത് എന്തായിരിക്കും? ഡിസ്കൗണ്ട് ആയിട്ട് വരുന്ന ഏതെങ്കിലും ഐറ്റംസ് അല്ലെ. ഈ ക്യാപിറ്റൽ ഡിസ്കൗണ്ട് എന്ന് പറയുന്ന കോളത്തിൽ എഫക്റ്റ് ചെയ്യുന്ന ഒന്നാണോ? അല്ല. എവിടെ എഴുതണം? എമൗണ്ട് കോളത്തിൽ എഴുതണം. ഒരു ഡിസ്കൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എൻട്രി വരുമ്പോൾ ഐ വിൽ എക്സ്പ്ലെയിൻ ടു യു വാട്ട് ആർ ദീസ് കോളംസ് എന്ന്. സോ നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ഏപ്രിൽ 1 ഫർണിച്ചർ പർച്ചേസ് ചെയ്തു ആൻഡ് പെയ്ഡ് ക്യാഷ്. സോ ക്യാഷ് പേ ചെയ്യുകയാണ് ചെയ്തത് 250 rupees അല്ലേ. സോ ഇറ്റ് ഈസ് റിഡക്ഷൻ ഇൻ മൈ ക്യാഷ് ഏപ്രിൽ 1 തന്നെ 2017 ബൈ ഫർണിച്ചർ അക്കൗണ്ട് ആൻഡ് ക്യാഷ് ഹാസ് ഗോൺ ഔട്ട്. So it is not going to affect my discount column. Amount column directly 250. Next transaction, purchased goods. On cash എന്നൊന്നും പറയുന്നില്ല, പക്ഷേ ക്യാഷ് ട്രാൻസാക്ഷൻ്റെ ഹെഡിങ്ങിൽ പറയുന്നുണ്ട്. ഇപ്പോൾ പർച്ചേസ് ചെയ്തതും ക്യാഷിൽ തന്നെയായിരിക്കും അല്ലേ. സോ ജാനുവരി ദിസ് ഇസ് ഏപ്രിൽ. സോ ഏപ്രിൽ 2 കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. പർച്ചേസസ് എന്നാണ്, ഗുഡ്സ് എന്നാണ് പറയുന്നത്. സോ പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യുക ബൈ യൂസിങ് ദ ഓപ്പോസിറ്റ് ലെഡ്ജർ നെയിം. പർച്ചേസസ് അക്കൗണ്ട് amount is 500. Third entry under the table is sold goods for cash. So cash കൂടി ക്യാഷിനെ ഡെബിറ്റ് ചെയ്യണം. 4th April using the opposite ledger sale. So to sales account show under amount column 950. ഈ amount column is nothing but cash ആണ്, ക്യാഷിൻ്റെ കോളം ആണ്. അപ്പം നമ്മൾ ക്യാഷ് ബുക്ക് എന്ന ഹെഡിങ് എഴുതിയ കാരണം അവിടെ എമൗണ്ട് എഴുതുള്ളൂ. വി ആർ നോട്ട് ഗോയിങ് ടു മെൻഷൻ. ലെഡ്ജറൊക്കെ അങ്ങനെയല്ലേ നമ്മൾ ഫോർമാറ്റ് പഠിച്ചത്. ഏതാണോ ആ അക്കൗണ്ട് അതിൻ്റെ പേര് കാണും, ഇതിൻ്റെ മേലെ എമൗണ്ട് കോളം മാത്രമേ കാണുള്ളൂ. സോ അങ്ങനെ തന്നെയാണ് ക്യാഷ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഡിസ്കൗണ്ടിന് മാത്രം നമ്മൾ സെപ്പറേറ്റ് ഒരു പേര് കൊടുത്തിരിക്കുകയാണ്, നോട്ട് ടു കൺഫ്യൂസ് ഇറ്റ് വിത്ത് other cash amount or cash amount. The fourth entry, paid cash to Ram Mohan. So cash has gone out and Ram Mohan ennulla perana. So it would have been relevant earlier because he would have been a creditor to me then. അയാൾക്ക് ഇപ്പം ഞാൻ പൈസ കൊടുക്കുന്നു.
വന്നു. സോ അയാളുടെ ക്രെഡിറ്റ് ബാലൻസ് ഇനി എൻ്റെ ബുക്സിൽ കാണാൻ പാടില്ല. അയാളെ ഞാൻ ഡെബിറ്റ് ചെയ്യും, ക്യാഷിനെ ഞാൻ ക്രെഡിറ്റ് ചെയ്യും. ഇനി ഈ എൻട്രി നോക്കണം. അതിൻ്റെ കൂടെ ഡേറ്റ് കുറച്ച് മാറിയിട്ടുണ്ട്. ആ ക്വസ്റ്റ്യനിലുള്ള എററായിട്ട് നമ്മൾ അസ്യൂം ചെയ്യണം. ബിക്കോസ് നമ്മൾ അയാൾക്ക് പൈസ കൊടുക്കുന്ന അന്നാണ് ഹി അലൗഡ് ഡിസ്കൗണ്ട് എന്നുള്ള അടുത്ത സെൻറ്റൻസ് ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത്. ഇഫ് യു കെൻ സി. സോ അയാളുടെ ഡിസ്കൗണ്ട് നമ്മൾക്ക് അലവ് ചെയ്യുന്നത് അന്ന് തന്നെ ആയിരിക്കും, നമ്മൾ ക്യാഷ് കൊടുക്കുന്ന അന്ന് അല്ലേ. സോ ഈ ഡേറ്റ് 5th തന്നെയാണ്. സോ യു ക്യാൻ ചേഞ്ച്. സോ വിച്ച് മീൻസ് നമ്മൾ ക്യാഷ് അയാൾക്ക് കൊടുത്തത് എത്രയാണ്? 560. പക്ഷെ അയാൾ നമ്മൾക്ക് ഡിസ്കൗണ്ട് അലവ് ചെയ്തു. ഡിസ്കൗണ്ട് അലവ് ചെയ്തു എന്ന് വെച്ചാൽ അയാൾ നമ്മൾക്ക് തന്ന ഡിസ്കൗണ്ട് ആണ്. When a creditor gives you discount, it is an expense or income for you. It is an income for me because 10 രൂപയും കൂടെ ചേർത്തായിരുന്നു ഞാൻ അയാൾക്ക് കൊടുക്കേണ്ടിയിരുന്നത്. അപ്പോൾ കൊടുക്കാൻ ചെന്നപ്പോൾ അയാൾ പറഞ്ഞു 10 രൂപ വേണ്ട. അപ്പോൾ എൻ്റെ ചെലവ് കുറഞ്ഞു അല്ലേ, എൻ്റെ പേയ്മെൻറ്റ് കുറഞ്ഞു. വിച്ച് മീൻസ് ഇറ്റ് ഇസ് എ ഗെയിൻ ഫോർ മി. അയാൾക്ക് അത് എക്സ്പെൻസ് ആണ്. അയാളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് പറഞ്ഞത് കൊണ്ടാണ് ഹി അലൗഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. So now we can understand from these two transactions that I was supposed to pay him a total of 570. When I went and met him to pay 570, he said 10 രൂപ കുറച്ച് ഡിസ്കൗണ്ട് എടുത്തിട്ട് 560 തന്നാൽ മതി. So now comes the relevance of this discount, and this discount is not trade discount പക്ഷേ ക്യാഷ് ഡിസ്കൗണ്ട്. നമ്മൾ സെറ്റിൽമെന്റ് നടത്താൻ ചെന്നപ്പോൾ അയാൾ കുറവ് തന്നാൽ മതി എന്ന് പറഞ്ഞു. അല്ലാതെ ആ പ്രോഡക്റ്റിന് നമ്മൾ അയാളുടെ നിന്ന് വാങ്ങിച്ച സാധനത്തിന്റെ വിലയല്ല കുറച്ചത്. സാധനത്തിന് അയാൾ വില 570 തന്നെ ഫിക്സ് ചെയ്തു. അത് കൊടുക്കാൻ ചെന്നപ്പോൾ അയാൾ 10 രൂപ വേണ്ടെന്ന് പറഞ്ഞു. വിച്ച് ഇസ് എ ക്യാഷ് ഡിസ്കൗണ്ട് ദാറ്റ് വിൽ ഫോം പാർട്ട് ഓഫ് യുവർ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ബുക്ക് കീപ്പിംഗ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു സെപ്പറേറ്റ് ലെഡ്ജർ ഉള്ളതാണ് ക്യാഷ് ഡിസ്കൗണ്ട്. So coming back to the entry, I was supposed to pay him 570, but I paid him how much? 560. അപ്പോൾ ഈ എമൗണ്ട് കോളം എന്ന് പറയുന്നത് നമ്മളുടെ കയ്യിൽ നിന്ന് പോയ ക്യാഷ് നമ്മളുടെ കയ്യിലേക്ക് വന്ന ക്യാഷും ഡെപിക്റ്റ് ചെയ്യുന്നതാണ്. സോ therefore നമ്മളുടെ കയ്യിൽ നിന്ന് പോയ ക്യാഷ് എത്രയാണ്? 60. എന്നാൽ ആ ഒരു ട്രാൻസാക്ഷൻ നടത്തിയപ്പോൾ എനിക്ക് എത്ര രൂപ ഡിസ്കൗണ്ട് ആയിട്ട് വന്നു, ഗെയിൻ വന്നു? 10 രൂപ. അത് റെക്കോർഡ് ചെയ്യാനുള്ള കോളമാണ് ഈ ഡിസ്കൗണ്ട് കോളം. ഇനി ഈ കോളം ഓൾറെഡി നമ്മളൊരു എൻട്രി ഇട്ട സ്ഥിതിക്ക് വി വിൽ എക്സ്റ്റെൻഡ് ആ ഡിസ്കഷൻ. ക്രെഡിറ്റ് സൈഡിലുള്ള ഡിസ്കൗണ്ട് ഇസ് നത്തിങ് ബട്ട് ഡിസ്കൗണ്ട് റിസീവ്ഡ് കോളം അല്ലെ ഡിസ്കൗണ്ട് റിസീവ്ഡ് എമൗണ്ട്. നമ്മൾ പേയ്മെന്റിന് പോയപ്പോൾ നമ്മൾക്ക് കിട്ടിയ ഗെയിൻ ആണ് ക്രെഡിറ്റ് സൈഡിലുള്ള ഡിസ്കൗണ്ട്. ഡെബിറ്റ് സൈഡിലുള്ളതോ നമ്മൾക്ക് ആർക്കെങ്കിലും പൈസ തരുമ്പോൾ വി സേ ദാറ്റ് കുറച്ച് വന്നാൽ മതി. So which means debit side illulla discount is a discount allowed which is an expense for the business. Clear ayilla? So ee point clear ayinu vishwasikkunnu. This 10 rupees the discount received and I was supposed to pay him 570. appo idinte entry endayirikkum ennu aalochi. Entry ഞാൻ ജസ്റ്റ് കുറച്ചൊന്ന് ഷിഫ്റ്റ് ചെയ്യാണ് ഫോക്കസ് ജസ്റ്റ് ടു എൻഷുർ ദാറ്റ് കോമ്പൗണ്ട് എൻട്രി നിങ്ങൾ മറന്നിട്ടില്ല എന്നുള്ളത്. കോമ്പൗണ്ട്. റാം മോഹൻ ഓൾറെഡി ക്രെഡിറ്റ് ബാലൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ, അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഞാൻ അയാൾക്ക് കാശ് കൊടുക്കുന്നത്. സോ കാശ് കൊടുക്കാൻ നേരത്ത് അയാളുടെ അക്കൗണ്ടിനെ ഞാൻ ഡെബിറ്റ് ചെയ്യും. അയാളുടെ അക്കൗണ്ട് എത്ര രൂപയ്ക്ക് ഡെബിറ്റ് ആവണം? ഞാൻ അയാൾക്ക് ഐഡിയലി കൊടുക്കാനിരുന്ന ടോട്ടൽ എമൗണ്ട് 570. എങ്ങനെയാണ് ഞാൻ കൊടുത്തത്? ക്യാഷ് ഉപയോഗിച്ച് 560 ബാക്കി 10 രൂപ എനിക്ക് കിട്ടിയ ഡിസ്കൗണ്ട് റിസീവ്ഡ്. ഞാൻ പറഞ്ഞിരുന്നു ചിലപ്പോഴൊക്കെ നമ്മൾ ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് സ്പെസിഫിക്കലി എഴുതും, ഡിസ്കൗണ്ട് അലൗഡ് എന്ന് എഴുതും, ചിലപ്പോൾ ഡിസ്കൗണ്ട് എന്നുള്ള സിംഗിൾ ലെറ്ററിൽ രണ്ടും റെക്കോർഡ് ചെയ്യും. ഈ ഒരു ജേർണൽ എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടിരിക്കുന്നത്. സോ ക്യാഷ് അക്കൗണ്ടിൽ നമ്മൾ കാണിച്ചിരിക്കുന്ന ഏതാണ്? ക്യാഷിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള റാം മോഹൻ. അപ്പോൾ ഈ ഡിസ്കൗണ്ട് അതിൻ്റെ കൂടെ എഴുതിയത്. സോ ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറയുന്നത് is also ഈ ക്യാഷ് ബുക്കിൽ തന്നെയുള്ള മറ്റൊരു ലെഡ്ജർ തന്നെയാണ്. ഒരുമിച്ച് പ്രസന്റ് ചെയ്തേ ഉള്ളൂ ഫോർ ഈസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. ഈ ട്രാൻസാക്ഷൻ ആണ് ഇത്രയും ഡിസ്കൗണ്ട് കിട്ടിയതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. സോ വിച്ച് മീൻസ് ഡബിൾ കോളംനാർ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് എന്ന് എഴുതുന്ന ഈ കോളം ഇസ് വൺ ലെഡ്ജർ
and amount എന്ന് എഴുതുന്നത് is another ledger of cash. So രണ്ട് columns-ഉം രണ്ട് ledgers ആണ്. One is in the nature of, ഈ cash is in the nature of an asset, and discount received is in the nature of an income ledger. Clear ആയെന്ന് വിശ്വസിക്കുന്നു. So same way, debit സൈഡിലുള്ള amount column എന്ന് പറയുന്നത് cash ledger-ന്റെ debit side ആണ്, asset-ന്റെ debit side. Discount allowed of, that is also another ledger which is in the nature of an expense. So I hope this presentation is clear to you. So coming back to the question, ഇനി അതുകൊണ്ട് 5-ാം തീയതി 6-ാം തീയതി അലൗഡ് ഡിസ്കൗണ്ട് എന്നാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ്റെ ഡേറ്റ് മാറ്റി 5 നടക്കും, രണ്ടും ഒരേ ദിവസം നടക്കണം. അടുത്തത് 6-ാം തീയതി വി റിസീവ്ഡ് ക്യാഷ് ഫ്രം കൃഷ്ണ ആൻഡ് കമ്പനി 600, അതിന് തൊട്ട് താഴെ അലൗഡ് ഡിസ്കൗണ്ട്, അതായത് നമ്മൾ അലൗ ചെയ്തു. വെൻ വി റിസീവ്ഡ് എമൗണ്ട് വി അലൗഡ് സം ഡിസ്കൗണ്ട്. സോ വെൻ വി റിസീവ് ക്യാഷ് ഇറ്റ് ഈസ് ഇൻക്രീസ് ഇൻ ക്യാഷ്, സോ ഹെൻസ് ഡെബിറ്റ്. എങ്ങനെ ഡെബിറ്റ് ചെയ്യണം? ആളുടെ പേര് ഉപയോഗിച്ച്, ആരാണോ പൈസ തന്നത്, കൃഷ്ണ ആൻഡ് കോ. പൈസ എത്ര കിട്ടി? 600. സോ അമൗണ്ട് കോളം, ക്യാഷിൻ്റെ അക്കൗണ്ട്സ് മെൻഷൻ ചെയ്യുന്ന എമൗണ്ട് കോളത്തിൽ ക്യാഷ് കിട്ടിയത് റെക്കോർഡ് ചെയ്യുക. നമ്മൾ അലൗ ചെയ്ത ഡിസ്കൗണ്ട് 20. സോ വിച്ച് മീൻസ് ശരിക്കും അയാൾ തരേണ്ടിയിരുന്ന രൂപ 620 ആണ്. അതിന് പകരമാണ് നമ്മൾ പറഞ്ഞത് 600 തന്നാൽ മതി, ബാക്കി 20 rupees is a discount. What would have been my entry there? I have received a cash of 600. I have allowed an expense of 20, which is my loss or my expense, debit ചെയ്യണം. And already debitil കിട്ടാനുണ്ട് എന്ന് പറഞ്ഞ് റിസീവബിൾ ആക്കി ഞാൻ മാറ്റി വെച്ച കൃഷ്ണ ആൻഡ് കോയ്ക്ക് 620 ആയിരിക്കും ഡെബിറ്റ് ബാലൻസ് ഉണ്ടായിരുന്നത്. അതിന് അഗേൻസ്റ്റ് ആണ് ഈ ക്രെഡിറ്റ് 620 ഞാൻ റെക്കോർഡ് ചെയ്തത്. The next transaction, April 7, paid for petty expenses. അതായത് ചെറിയ ചെറിയ കുറേ ചെലവുകൾ വന്നു, അതിനെല്ലാം കൂടെ പെറ്റി എക്സ്പെൻസസ് നമ്മൾ പറയുകയാണ്. സോ വിച്ച് മീൻസ് ക്യാഷ് കുറഞ്ഞു. We don't have any explanation to write in. So by petty expenses account എന്ന് പറഞ്ഞ് നമ്മൾ എത്ര റെക്കോർഡ് ചെയ്യും? 15 രൂപ എൻ്റെ കയ്യിൽ നിന്ന് പോകും. Next transaction on April 8th, again cash purchases. So by purchases account. So I am posting all this in my mind after I have made the journal entry. എൻ്റെ മനസ്സിൽ ജേർണൽ ഉണ്ട്. സോ അങ്ങനെ വെച്ചിട്ടാണ് പോസ്റ്റ് ചെയ്തത്. പിന്നെ കുറേ നാളുകൾക്ക് ശേഷം നിങ്ങളത് ഈ ജേർണൽ മനസ്സിൽ രജിസ്റ്റർ ആയി കഴിഞ്ഞാൽ പിന്നെ ഓരോ അക്കൗണ്ടും ഓപ്പൺ ചെയ്യുമ്പോൾ അതായത് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അറിയാം അതിൻ്റെ ഡെബിറ്റിലേക്ക് പോകണോ ക്രെഡിറ്റിലേക്ക് പോകണോ. ദാറ്റ് കംസ് ആഫ്റ്റർ practicing. So keep on practicing journal and ledger posting. Ultimately you will reach a stage where you can post to any ledger without even preparing or even thinking about the journal as such. മനസ്സിലേക്ക് automatically അത് വന്നു കഴിയും. So cash purchases 150. അടുത്തത് പെയ്ഡ് ഫോർ ലേബർ, അതായത് ലേബർ എക്സ്പെൻസസ് അല്ലെങ്കിൽ വേജസ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ലേബറിന് കൊടുത്തതാണ് ഏപ്രിൽ 13. സോ ഐ വിൽ നെയിം ഇറ്റ് ആസ് സാലറി അല്ല, ലേബറേഴ്സ് എന്ന് വെച്ചാൽ ഡെയിലി കൂലിക്കാരായിരിക്കും. സോ അതിന് നമ്മൾ വേജസ് എന്നാണ് പറയുന്നത്. സാലറി ആണ് ഒരു മാസത്തേക്ക് അവർ സർവീസ് ചെയ്യുന്നതിന് നമ്മൾ കൊടുക്കുന്നത്. വേജസ് വിൽ ബി ഓൺ എ ഡെയിലി ബേസിസ്. ദിവസ കൂലിക്കാരെന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. സോ അങ്ങനെ വേജസ് ലേബറിന് കൊടുക്കുന്ന അതിന് പകരമായിട്ട് യൂസ് ചെയ്യുന്ന വാക്കാണ്. അല്ല ബൈ ലേബർ എന്ന് നമ്മൾ പറയത്തില്ല. ആ എക്സ്പെൻസിന് നമ്മൾ വേജസ് എന്ന പേരാണ് അസൈൻ ചെയ്യുന്നത്. Paid Ali and Sons. Now again we have paid someone date on it, so I am assuming it to be on again 13th April. So they say that I have paid Ali and Sons 400 and they allowed a discount of 8 rupees. So which means I have paid Ali and Sons. How much has gone down from my cash? 400 rupees. And how much did they allow as a discount to me? Our allow the discount, which is my discount receipt, 8 rupees. So the entry would have been
I should have actually paid Ali and Sons 408. അതുമായിട്ട് പേ ചെയ്യാൻ ചെന്നപ്പോൾ അയാൾ പറഞ്ഞു 400 തന്നാൽ 8 ഡിസ്കൗണ്ട്. അതായത് ഈ എൻട്രി പോലെ തന്നെ പേര് മാത്രം വ്യത്യാസം വരും. അലി ആൻഡ് സൺസ് അക്കൗണ്ട് ഡെബിറ്റ് 408 to cash 400 to discount received 8 rupees. So I hope റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. Now the next step is to balance the asset account. Asset account മാത്രം നമ്മൾ ബാലൻസ് ചെയ്യണം. ബിക്കോസ് നമ്മളിപ്പോൾ സബ്സിഡിയറി ബുക്കിൻ്റെ പാർട്ടായിട്ടും കൂടെ പഠിക്കുകയാണ്. സോ അതുകൊണ്ട് ഞാനിപ്പോൾ അസറ്റ് ബാലൻസ് മാത്രം ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബൈ ബാലൻസ് ക്യാഷ് അക്കൗണ്ടിന് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും വരേണ്ടത്. സോ എനിക്കറിയാം ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസിങ് നമ്മൾ എഴുതാൻ പോകുന്നത്. സോ ഏത് കോളം മാത്രം എമൗണ്ട് കോളം മാത്രം ടോട്ടൽ ചെയ്ത് നോക്കുക. $675 ആണ് ബാക്കി എൻ്റെ കയ്യിലുണ്ടാവേണ്ട ക്യാഷ് ബാലൻസ്. സോ നമ്മൾ ഈ ക്യാഷ് അക്കൗണ്ട് ക്ലോസ് ചെയ്യും. സോ വാട്ട് ഹാപ്പൻസ് ടു ദിസ് ഡിസ്കൗണ്ട്? ഞാൻ ജസ്റ്റ് ഇപ്പം നിയർലി ഐ എം ഗോയിങ് ടു, സോ ഇത് സബ്സിഡിയറി ബുക്കായിട്ട് ട്രീറ്റ് ചെയ്താൽ ഡിസ്കൗണ്ട് അലൗഡും ഡിസ്കൗണ്ട് റിസീവ്ഡും അഡീഷണൽ പ്രസൻറ്റേഷൻ ആണ്. ലെഡ്ജറിലേക്കും ഇതേ എമൗണ്ടുകൾ തന്നെയായിരിക്കും പോകുന്നത്. ഈ ക്യാഷ് കോളമാണ് നമ്മൾ പറഞ്ഞത് cash ledger അല്ലേ. So discount allowed is also another ledger. Discount received is also another ledger of income nature. പക്ഷേ ഇപ്പോൾ നമ്മൾ പറയുന്ന ഈ ഒരു പോയിന്റ്, it is both a subsidiary as well as a ledger. അപ്പോൾ ഡിസ്കൗണ്ട് അലൗഡ് ആൻഡ് ഡിസ്കൗണ്ട് റിസീവ്ഡ് ആ കോളത്തിനെ നമ്മൾ സബ്സിഡിയറി ബുക്കിൻ്റെ ഭാഗം പോലെ നമ്മളങ്ങ് ട്രീറ്റ് ചെയ്യുകയാണ്. അതായത് ജേർണൽ മാത്രമാണ് ഇതിൻ്റെ വീണ്ടും നമ്മളൊരു പോസ്റ്റിംഗ് കാണിക്കുന്നത് പോലെ. അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ യു വിൽ ജസ്റ്റ് ടോട്ടൽ ഡിസ്കൗണ്ട് അലൗഡും ഡിസ്കൗണ്ട് റിസീവ്ഡും, കാരണം രണ്ടും രണ്ട് സെപ്പറേറ്റ് ഐറ്റമാണ്. അത് ബാലൻസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഒന്ന് എൻ്റെ ചെലവുകളും അല്ലെ എൻ്റെ നഷ്ടവും, മൈ ഡിസ്കൗണ്ട് അലൗഡ്, ആൻഡ് അനദർ ഇസ് മൈ ഇൻകം. സോ രണ്ടും മിയർലി നമ്മൾ ടോട്ടൽ ചെയ്ത് വെക്കുന്നു. This was 3,550 ആയിരുന്നു ക്യാഷിൻ്റെ ടോട്ടൽ. സോ ഡിസ്കൗണ്ട് അലൗഡ് ആൻഡ് റിസീവ്ഡ് കോളം നമ്മൾ നിയർലി ടോട്ടൽ ചെയ്ത് വെക്കുന്നുള്ളൂ. ബിക്കോസ് ഇറ്റ്സ് ഇൻ ദ നേച്ചർ ഓഫ് എൻ എക്സ്പെൻസ് ഓർ ഇൻകം ലെഡ്ജറിന് തുല്യമായിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ ആണ്. എമൗണ്ട് കോളം അത് ക്യാഷിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ക്യാഷ് ലെഡ്ജറാണ്. അത് സബ്സിഡിയറിയും പ്രിൻസിപ്പളും രണ്ടുമാണ്. സോ therefore അസറ്റ് ആയിട്ടുള്ള ലെഡ്ജർ ആയത് കാരണം we will classify or we will close with the closing balance of that column alone. And next year start ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ അടുത്ത ദിവസമാണ് അടുത്ത മാസമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ 1/5/2018 what we 2017 how we will open ക്യാഷിന് to balance brought down എന്ന് പറഞ്ഞ് 675. എന്നിട്ട് വീണ്ടും ഇതേപോലെ എക്സ്പെൻസുകളും ഇൻകവും റെസിപ്റ്റും പേയ്മെന്റും എല്ലാം റെക്കോർഡ് ചെയ്യും. ദാറ്റ് ഇസ് ഡബിൾ കോളം ക്യാഷ് ബുക്ക്. ഇനി ഈ ഡിസ്കൗണ്ട് അലൗഡും ഡിസ്കൗണ്ട് റിസീവ്ഡിൽ കിട്ടിയ ടോട്ടൽസ് ഞാൻ പറഞ്ഞു ലെഡ്ജറിലേക്ക് പോകുന്ന കാര്യങ്ങളാണ് അല്ലേ ആ ലെഡ്ജറിലുള്ള എമൗണ്ടുകൾ തന്നെയാണ് ഇവിടെ നമ്മൾ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. സോ ഡിസ്കൗണ്ട് അലൗഡ് ആൻഡ് ഡിസ്കൗണ്ട് റിസീവ്ഡ് columns will be totaled and ഈ കോളം ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുന്ന ബാക്കിയുള്ള എല്ലാ ലെഡ്ജേഴ്സും പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ വീണ്ടും പ്രിപ്പയർ ചെയ്യും ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട്, ഡിസ്കൗണ്ട് റിസീവ്ഡ് അക്കൗണ്ട്. എന്നിട്ട് അവിടെ ഈ ടോട്ടൽസ് മാത്രം എഴുതിയെടുക്കും. ഫ്രം ക്യാഷ് ബുക്ക് ടു സൺട്രീസ് ആസ് പെർ ക്യാഷ് ബുക്ക് നമ്മൾ പർച്ചേസ് ബുക്കിൽ നിന്ന് പർച്ചേസ് അക്കൗണ്ടിലേക്ക് മാറ്റിയതുപോലെ ഡിസ്കൗണ്ട് അലൗഡിൻ്റെ ടോട്ടൽ ഈ ക്യാഷ് ബുക്കിൽ നിന്ന് പിക്ക് ചെയ്തത് ഇത്ര എന്ന് പറഞ്ഞ് ക്യാഷ് ഡിസ്കൗണ്ട് റിസീവ്ഡ് ഇത്ര എന്ന് പറഞ്ഞ് വി വിൽ ടേക്ക് ദിസ് ടോട്ടൽസ്. എന്നിട്ട് ആ ലെഡ്ജറിൽ നമ്മൾക്കതിനെ ബാലൻസ് ചെയ്ത് ട്രയൽ ബാലൻസിലേക്ക് കൊണ്ടുപോകും. സോ ഡബിൾ കോളംനാർ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ എമൗണ്ട് കോളമായ ക്യാഷ് മാത്രമാണ് ledger represent the same column which is both treated as a journal or subsidiary book as well as a ledger. Discount allowed and discount received
ഇവിടെ ഈ presentation is treated as a subsidiary bookന്റെ ഭാഗമായിട്ട് വന്ന ഒരു കോളം പോലെ, പക്ഷേ ഇതേ കോളത്തിലുള്ള എമൗണ്ടുകൾ തന്നെയാണ് ഇതിന്റെ സെപ്പറേറ്റ് ലെഡ്ജർ ഓപ്പൺ ചെയ്യുമ്പോൾ എമൗണ്ട് ആയിട്ട് നമ്മൾ പിക്ക് ചെയ്യാൻ പോകും. So I hope it is clear. Now we move on to the last and important one, which is 3-column cash book. In a 3-column cash book, you have 3 columns as the name suggests to represent amounts of money worth item. Column will be date, particulars, LF, discount, cash. ഇവിടെ നമ്മൾ ക്യാഷ് എന്നാണ് എഴുതുന്നത് ബിക്കോസ് 3 കോളം ഉള്ളതിൽ ഒരു കോളം ഡിസ്കൗണ്ട് ആണ്. ഇപ്പോൾ നമ്മൾ എഴുതിയ ക്യാഷ് ഡിസ്കൗണ്ട് അല്ലെങ്കിൽ സെറ്റിൽമെന്റിന്റെ സമയത്ത് വരുന്ന ഡിസ്കൗണ്ട് അക്കൗണ്ട്. ബാക്കിയുള്ള 2 കോളം എന്തായിരിക്കും? ഒന്ന് ക്യാഷ് ആയിട്ട് നമ്മൾക്ക് കിട്ടുന്നതും അതേപോലെ തന്നെ ക്യാഷ് നമ്മൾ ബാങ്കിൽ വേണമെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ അങ്ങനെ ക്യാഷിന്റെ മറ്റൊരു മോഡായ ബാങ്കിൽ ട്രാൻസാക്ഷൻസ് നടത്തുന്നതും നമ്മൾ എവിടെ തന്നെ റെക്കോർഡ് ചെയ്യും? ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യും. സോ ഇതിനെയാണ് 3-column ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. സോ ഇതിനായിട്ട് ക്യാഷ് ബുക്ക് എന്ന് കൊടുക്കാം. ഇനി ലെഡ്ജർ പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് നമ്മൾ ഇതിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ക്യാഷ് ആൻഡ് ബാങ്ക് ബുക്ക് എന്ന് വേണമെങ്കിലും പറയാറുണ്ട്. നിങ്ങൾ ഇന്റർലേക്കൊക്കെ പോകുമ്പോൾ കാണാവുന്ന ഒരു കാര്യം. സോ അഗൈൻ ക്രെഡിറ്റ് സൈഡിൽ ഡേറ്റ്, particulars, LF, discount, cash and bank. ഇവിടെ ക്യാഷ് എന്ന് കൊടുത്തതിന്റെ കാരണം നമുക്ക് ബാങ്കും കൂടെ ഉണ്ട്. അപ്പോൾ എമൗണ്ട് എന്ന് എഴുതിയാൽ ഒരു കൺഫ്യൂഷൻ വരും. ആ കൺഫ്യൂഷൻ ഒഴിവാക്കാനാണ്. സോ ഇവിടെ ക്യാഷ് ആൻഡ് ബാങ്ക് എന്ന് പറയുന്ന ആ 2 കോളംസ് ആണ്. It's both acting as a subsidiary book as well as a ledger. അപ്പോൾ ഈ 2 കോളംകളായിരിക്കും നമ്മൾ ഫൈനലി ബാലൻസ് ചെയ്യാൻ പോകും. Discount എന്ന് പറയുന്ന കോളം on both credit and debit side will be treated like in the previous double column cash bookൽ ട്രീറ്റ് ചെയ്ത പോലെ തന്നെ ഡിസ്കൗണ്ട് എന്നേ പേര് എഴുതുള്ളൂ. പക്ഷെ ഡെബിറ്റ് സൈഡിലുള്ളതിൻ്റെ അർത്ഥം ഡിസ്കൗണ്ട് അലൗഡും ക്രെഡിറ്റ് സൈഡിലുള്ളതിൻ്റെ അർത്ഥം ഡിസ്കൗണ്ട് റിസീവ്ഡും. ഇനി ഈ എമൗണ്ട് ഈ കോളം ടോട്ടൽ മാത്രമേ ചെയ്യുള്ളൂ, ബാലൻസ് ചെയ്യില്ല. ഈ കിട്ടുന്ന ടോട്ടൽസ് നമ്മൾ ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ഒരു ലെഡ്ജർ പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് ഓപ്പൺ ചെയ്യും. ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്നുള്ളത് വീണ്ടും ലെഡ്ജർ പ്രിപ്പറേഷന്റെ ഭാഗമായി ബാക്കിയുള്ള ലെഡ്ജേഴ്സ് എല്ലാത്തിൻ്റെയും കൂടെ വീണ്ടും ഓപ്പൺ ചെയ്യും. ക്യാഷും ബാങ്കും മാത്രം നമ്മൾ ഇനി ലെഡ്ജർ ഓപ്പൺ ചെയ്യുമ്പോൾ ബാക്കി അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഓപ്പൺ ചെയ്യേണ്ട കാര്യം ഇല്ല. ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. സോ ഐ ഹോപ്പ് യു ലിസൺ carefully what I have just discussed or said and record accordingly. So നമ്മൾക്ക് ട്രാൻസാക്ഷൻസ് ചെയ്യാം. ഇതിലും കൂടുതൽ പറയാനൊന്നുമില്ല. കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ലെഡ്ജറും ജേർണലും ഒക്കെ പറഞ്ഞപ്പോൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെ വീണ്ടും പ്രസന്റ് ചെയ്യുന്നുണ്ട്. സോ എല്ലാം ഇന്റർലിങ്ക്ഡ് ആണ്. സോ ഇന്ന ചാപ്റ്ററിൻ്റെ ഉള്ളിൽ സ്പെസിഫിക്കലി പറയാനുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മൾ ആ ചാപ്റ്ററിൻ്റെ ഹെഡിങ്ങോടുകൂടി പറയുന്നത്. ബാക്കിയുള്ളതൊക്കെ ചില പല കേസസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. സോ ഈ ഒരു റീസൺ ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ പല ചാപ്റ്ററിലെയും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഇപ്പോൾ ഒന്നും എടുക്കാറുണ്ട്. ഫോർ സം ന്യൂ സ്റ്റുഡൻസ് ഹു ആർ എൻറ്റയർലി ന്യൂ ടു അക്കൗണ്ട്സ് ചില ടേംസ് ഒന്നും ഇതുവരെയും കേട്ടിട്ടില്ല. അപ്പോൾ കുറച്ചും കൂടെ ഒക്കെ അഡ്വാൻസ്ഡ് ആയി ആസ് എ ഹോൾ ഒരു പിക്ചർ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പറേഷൻ വരെയൊക്കെ ഒന്ന് എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് അവർക്ക് ഫ്രം ദ സ്ക്രാച്ച് ഒന്ന് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുകയുള്ളൂ. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ഇലസ്ട്രേഷൻ നമ്പർ 3. We will quickly finish it up. Enter the following transactions in cash book with discount and bank columns. Checks are first treated as cash receipt. Okay. So the first transaction January 1, 2014, Chandrika commences business with cash. അതായത് ക്യാപിറ്റൽ കൊണ്ടുവന്നു 20,000 രൂപ ക്യാഷ് ആയിട്ട് കൊണ്ടുവന്നു. So I am going to read from the text. 2016 ജനുവരി 1 ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ക്യാഷ് ആയിട്ടാണ് കൊണ്ടുവന്നത്. ഇനി ചെയ്യുന്ന ക്വസ്റ്റ്യൻസിൽ ക്യാഷ് ആൻഡ് ബാങ്ക് രണ്ടുമുള്ള കേസിൽ യു വിൽ ഹാവ് ടു കറക്റ്റ്ലി ഐഡന്റിഫൈ ക്യാഷിലാണോ വന്നിരിക്കുന്നത് ബാങ്കിലാണോ അഫക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ചില ക്വസ്റ്റ്യൻസിലൊക്കെ അത് ക്ലിയർ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ട്രാൻസാക്ഷൻ വാങ്ങിച്ചാൽ അതിൻ്റെ ഒരു ഹിന്റ് കിട്ടുമെന്ന് നോക്കും.
അങ്ങനെയാണെങ്കിൽ അതനുസരിച്ച് റെക്കോർഡ് ചെയ്യും. ഇനി ഒരു ഹിൻറ്റും ഇല്ല, നമ്മളുടെ ഒരു ഇമാജിനേഷന് വിട്ടിരിക്കുന്നതാണെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ട്രാൻസാക്ഷൻ ക്യാഷ് ആയിട്ടോ ബാങ്ക് ആയിട്ടോ നിങ്ങൾ ട്രീറ്റ് ചെയ്യുക, എന്നിട്ട് അതൊരു നോട്ട് പോലെ ആൻസർ എഴുതുമ്പോൾ കൊടുത്തേക്കുക. സോ സ്റ്റാർട്ടിങ് വിത്ത് capital brought in. To capital, you will have to strictly identify which column you should record. ഇപ്പോൾ ക്യാഷ് ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്, സോ ക്യാഷ് അക്കൗണ്ടിൻ്റെ താഴെ 20. ബാങ്ക് അക്കൗണ്ട് അങ്ങനെ എം ടി ആക്കി വിട്ടോളൂ. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ, ഹി പെയ്ഡ് ഇൻ ടു കറണ്ട് അക്കൗണ്ട്. അതായത് കറണ്ട് അക്കൗണ്ട് ഇവിടെ പറയുന്നത് എന്താണ്? നമ്മൾക്കറിയാം, ഒരു ബാങ്കിൽ ചെന്ന് നിങ്ങൾക്കൊരു അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ നമ്മൾ ഇൻഡിവിജ്വൽസിന് അവർ സാധാരണ, അതായത് നിങ്ങളിപ്പോൾ സ്റ്റുഡൻസ് ആണ്, നിങ്ങൾക്കൊരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ അവർ നിങ്ങളോട് പറയും സേവിങ്സ് അക്കൗണ്ട് തുടങ്ങാമെന്നല്ല. സേവിങ്സ് അക്കൗണ്ടിന് ചാർജസ് കുറവായിരിക്കും, അധികം ഇൻട്രസ്റ്റ് കിട്ടുന്നതും കുറവായിരിക്കും. അതായത് ട്രാൻസാക്ഷൻസ് ലിമിറ്റഡ് ഒക്കെ റെക്കോർഡ് ചെയ്യാൻ അല്ലെങ്കിൽ ട്രാൻസാക്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് സേവിങ്സ് അക്കൗണ്ട്. പക്ഷേ വെൻ യു ഗോ ആസ് എ ബിസിനസ് പേഴ്സൺ, നിങ്ങൾ ആരുടെയെങ്കിലും കൂടെ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസിന് ബിസിനസ് ഉണ്ടെങ്കിലൊക്കെ അറിയാം, ബിസിനസ് വരുമ്പോൾ ഒത്തിരി ബാങ്ക് ട്രാൻസാക്ഷൻസ് നടന്നുകൊണ്ടിരിക്കും. അതും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ക്യാഷ് വഴി കച്ചവടം നടത്തുന്നത് വളരെ കുറവാണ്. ഒത്തിരി ബാങ്ക് ട്രാൻസാക്ഷൻസ് ആയിട്ട് പോകണമെന്നാണ് പറയുന്നത്. സോ ദാറ്റ് ട്രേസ് ചെയ്യാൻ പറ്റണം. ക്യാഷ് ആയിട്ട് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ സോഴ്സ് കണ്ടുപിടിക്കാൻ പാടാണ്. അപ്പോൾ പലർക്കും കള്ളത്തരങ്ങളൊക്കെ കാണിക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ ഗവൺമെൻറ് കൊണ്ടുവരുന്ന ഇനീഷ്യേറ്റീവാണ് കൂടുതൽ ബാങ്ക് ട്രാൻസാക്ഷൻ വഴി കച്ചവടം ചെയ്യും. അപ്പോൾ അങ്ങനെ ബാങ്ക് വഴി കച്ചവടം ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ്, സേവിങ്സ് അക്കൗണ്ടിന് ഒരു പരിധിയുണ്ട്, അല്ലെങ്കിൽ മിനിമം ട്രാൻസാക്ഷൻസ് ഒക്കെ ചെയ്തു പോവാൻ വേണ്ടി ഒരാൾക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നതാണ് സേവിങ്സ്. പക്ഷെ ഒരു ബിസിനസ് വരുമ്പോൾ ഒത്തിരി ട്രാൻസാക്ഷൻസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അവരെന്ത് ചെയ്യും? അവർ ബിസിനസ്സുകാരോട് പറയും ലെറ്റ് us open a current account. That is another type of bank account. മറ്റൊരു മോഡലാണ്. സേവിങ്സ് അക്കൗണ്ട് സാധാരണക്കാർക്കും, ബിസിനസ് ഒക്കെ വരുമ്പോൾ അത് കറണ്ട് അക്കൗണ്ട്, കാരണം ഒത്തിരി ട്രാൻസാക്ഷൻസ് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു അക്കൗണ്ട് ടൈപ്പാണ്. സോ ഇവിടെ പറയുന്നത് ഹി പെയ്ഡ് ഇൻ ടു കറണ്ട് അക്കൗണ്ട്. സോ വിച്ച് മീൻസ് ഈ ക്യാഷ് ആയിട്ട് കൊണ്ടുവന്നത് അയാൾ എന്ത് ചെയ്തു? ക്യാഷിൽ നിന്ന് എടുത്ത് അയാൾ ഒരു കറണ്ട് അക്കൗണ്ട് ബാങ്കിൽ പോയി ഓപ്പൺ ചെയ്ത് അങ്ങോട്ടേക്ക് കൊണ്ടിട്ടു. എത്രയാണ് കൊണ്ടിട്ടത്? 19,000 കൊണ്ടിട്ടു. അപ്പോൾ ആ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ ഓൾറെഡി ലെഡ്ജറും ജേർണലും ചെയ്തപ്പോൾ പറഞ്ഞ ഒരേ ഒരു ട്രാൻസാക്ഷൻ തന്നെയാണ്. വേറെ അയാളുടെ കയ്യിലുണ്ടായിരുന്ന ക്യാഷിൽ നിന്ന് പൈസ എടുത്ത് ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് കൂടി, ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കുറഞ്ഞു. which is nothing but a contra entry. Yeah, so we will record cash പറഞ്ഞല്ലോ. അപ്പോൾ ഏത് ദിവസമാണ് ചെയ്യുന്നത്? ജനുവരി 1. അപ്പോൾ ക്യാഷ് കുറയുമ്പോൾ ക്യാഷിന് ക്രെഡിറ്റ് വരണം. ഇനി ആ ജേർണൽ എൻട്രിയുടെ ഓപ്പോസിറ്റ്, ക്യാഷിന് ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന ലെഡ്ജറിന്റെ പേര് എന്തായിരുന്നു? ബാങ്ക്. സോ ബൈ ബാങ്ക് അക്കൗണ്ട് എന്ന് എഴുതി നമ്മൾ ഏതിൻ്റെ താഴെയാണ് എമൗണ്ട് എഴുതേണ്ടത്? ക്യാഷിന്റെ താഴെ 19,000. 19,000. ബാങ്ക് എന്ന് ഇവിടെ നറേഷനിലേക്ക് ഒരിക്കലും ബാങ്ക് അക്കൗണ്ടിന് തന്നെ എഴുതരുത്. ഇത് രണ്ടും രണ്ട് സെപ്പറേറ്റ് ലെഡ്ജേഴ്സും കൂടിയാണ്. സോ ബാങ്ക് അക്കൗണ്ടിന് നറേഷനിൽ വന്നാൽ അതിൻ്റെ അർത്ഥം നമ്മൾ എഴുതാൻ പോകുന്ന എമൗണ്ട് ക്യാഷ് കോളത്തിന്റെ താഴെ ഇരിക്കണം. അതാണത് നമ്മൾ ലെഡ്ജർ പോസ്റ്റിങ്ങിൽ പഠിച്ച ലോജിക്ക്. ഇനി ബാങ്ക് അക്കൗണ്ടിന്റെ താഴെയാണ് എമൗണ്ട് എഴുതാൻ പോകുന്നതെങ്കിൽ നറേഷൻ ഒരിക്കലും ബാങ്ക് ആവാൻ പാടില്ല, ക്യാഷ് ആയിരിക്കും. അതായത് ഓപ്പോസിറ്റ് പേരുകളായിരിക്കണമെന്ന്, അതേ പേരുകൾ നമ്മൾ ആ ലെഡ്ജറിൽ യൂസ് ചെയ്യാൻ പാടില്ല. സോ ക്യാഷ് എൻ്റെ കയ്യിൽ നിന്ന് കുറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്തു, പക്ഷെ ബാങ്കിനെ ഡെബിറ്റ് ചെയ്തു. ബാങ്ക് ബാലൻസ് കൂടുകയും ചെയ്യണമില്ല. സോ അതായിരിക്കും ആ എൻട്രിയുടെ ഓപ്പോസിറ്റ് എഫക്റ്റ്. അതായത് ഈ രണ്ടാമത്തെ എൻട്രി വിൽ അഫക്ട് ദ സെയിം പ്രസന്റേഷൻ ഷീറ്റ്. ആദ്യത്തെ എൻട്രിയോ ക്യാഷ് ബുക്കിൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തപ്പോൾ ക്യാഷിനെ മാത്രമേ അഫക്റ്റ് ചെയ്തു. ഇതിൻ്റെ ക്രെഡിറ്റ് എങ്ങോട്ടേക്കാണ് പോകുന്നത്? ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക്. ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഇല്ല. അപ്പോൾ ഒരു സൈഡ് മാത്രം അഫക്റ്റ് ചെയ്യും. രണ്ടാമത്തെ എൻട്രി അതിൻ്റെ ഡെബിറ്റും ക്രെഡിറ്റും ഇറ്റ്സ് അഫക്റ്റിംഗ് ബോത്ത് ക്യാഷ് ആൻഡ് ബാങ്ക്. അപ്പോൾ ഒരേ പ്രസൻറ്റേഷനിലുള്ള രണ്ട് ലെഡ്ജേഴ്സിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഡെബിറ്റും ക്രെഡിറ്റും ഇമ്മീഡിയറ്റ്ലി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ടു ക്യാഷ് അക്കൗണ്ട് ബാങ്കിലാണ് ഇൻക്രീസ്. സോ ഓപ്പോസിറ്റ് പേരായിരിക്കും ഉപയോഗിക്കേണ്ടത്
ക്യാഷ് ഫ്ലോ. ഇത് ഇനി കോൺട്ര ആണെന്നറിയാൻ ഈ LFൻ്റെ ഇവിടെ C എന്നൊന്ന് എഴുതിക്കോളൂ, which is the short form for contra entry. ഈ contra entry ഞാൻ പറഞ്ഞു ക്യാഷും ബാങ്കും മാത്രം ഇൻവോൾവ് ആവുന്ന ട്രാൻസാക്ഷൻസ്. The next entry is he received check from Kriti and company on account. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് റിസീവ്ഡ് ചെക്ക് ഫ്രം കീർത്തി ആൻഡ് കമ്പനി. അപ്പോൾ കീർത്തി ആൻഡ് കമ്പനി നമ്മൾക്ക് പൈസ തരേണ്ട ആരെങ്കിലും അയാൾ പൈസയായിട്ട് തരുന്നതിന് പകരം അയാളുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടിൻ്റെ ഒരു ചെക്ക് ലീഫ് എഴുതി നമ്മൾക്ക് തന്നു. ഇനി ചെക്ക് കിട്ടുകയാണെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് ആ ചെക്ക് ഞാൻ എവിടെ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും? എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും. ബാങ്ക് അക്കൗണ്ടിലായിരിക്കണം പൈസ വരേണ്ടത് അല്ലേ? പക്ഷേ ഇവിടെ അപ്പോൾ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് ശരിക്കും എൻ്റെ ബാങ്കിനെ മാത്രമേ ഉള്ളൂ. ക്യാഷിനെ എഫക്റ്റ് ചെയ്യുമോ ചെക്ക് വന്നാൽ? ഇല്ല. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ഒരു സെൻറ്റൻസ് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്, ചെക്സ് ആർ ഫസ്റ്റ് ട്രീറ്റഡ് ആസ് ക്യാഷ് റെസിപ്റ്റ്. ആദ്യമേ ഈ ഒരു സെൻറ്റൻസ് പറഞ്ഞതുകൊണ്ടും അതുപോലെയാണ് ഇവിടെ തന്നിരിക്കുന്ന 2 ഡേറ്റ്സിലെ ട്രാൻസാക്ഷൻ. അതുകൊണ്ട് മാത്രം ചെക്ക് കിട്ടിയത് നമ്മൾ ആദ്യമേ ക്യാഷിൽ വന്നതായിട്ട് ട്രീറ്റ് ചെയ്യും, which is not what happens generally. ഈ ക്വസ്റ്റ്യനിലുള്ള ഒരു അഡീഷണൽ presentation ആണ് which they have requested us to do. That is not how it happens generally. So ചെക്കിനെ ആദ്യം ക്യാഷ് റെസിപ്റ്റ് ആയിട്ട് കാണിക്കുക, എന്നിട്ട് ക്യാഷിൽ നിന്ന് ബാങ്കിലേക്ക് ഇൻക്രീസ് ആയി എന്ന് ട്രീറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. So therefore ഫോർത്തിന് ചെക്ക് കിട്ടിയത് നമ്മൾ എന്ത് ചെയ്യും? ആരുടെ കയ്യിൽ നിന്നാണ് ചെക്ക് കിട്ടിയത്? കീർത്തി ആൻഡ് കമ്പനി. സോ കീർത്തി ആൻഡ് കമ്പനി ഇനി എനിക്ക് പൈസ അവരോട് ചോദിക്കാൻ പറ്റുമോ? ഇല്ല, അവർ പൈസയല്ല ചെക്ക് തന്നു. അപ്പോൾ ചെക്ക് തന്ന് ക്യാഷ് ആയിട്ട് ആദ്യമേ ട്രീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ ക്യാഷിൻ്റെ താഴെ പോയി എഴുതുന്നു. ഐ എം ജസ്റ്റ് ഗോയിങ് ടു റിമൂവ് ദിസ്. ഒരു കാര്യം മാത്രം പറയാം, ആ ഒരു സെൻറ്റൻസ് ഇല്ലായിരുന്നെങ്കിൽ ആൻഡ് ക്വസ്റ്റ്യനിൽ ആ ഒരു ബൈഫിക്കേഷൻ ഇല്ലായിരുന്നെങ്കിൽ, അതായത് ക്യാഷ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം ആദ്യമേ ചെക്ക് കിട്ടുന്നത് എന്നിട്ട് ബാങ്കിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ how will you have recorded it? You would have recorded it as to Kirti and Co. ബാങ്ക് അക്കൗണ്ടിൻ്റെ താഴെ ആയിരിക്കും എഴുതുന്നത്. കാരണം എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും പൈസ വരാൻ പോകുന്നത്. അതായത് നമ്മൾ ഇവിടെ ആയിരിക്കും എമൗണ്ട് എഴുതാൻ പോകുന്നത് സാധാരണ. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ വേറെ രീതിയിലായിരിക്കും ചെയ്യുന്നത്, ബിക്കോസ് ഇറ്റ് വാസ് മെൻഷൻ ടു us as cash receipt. ഇനി അടുത്ത ട്രാൻസാക്ഷൻ വാസ് on 7th April he pays in bank Kirti's check. അതായത് കീർത്തിയുടെ ചെക്ക് കൊണ്ട് ഞാൻ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ കീർത്തിയുടെ ചെക്കാണെന്ന് നമ്മൾക്ക് അറിയാം. തൊട്ട് മേലത്തെ സെൻറ്റൻസും താഴത്തെ സെൻറ്റൻസിനും കീർത്തി പറയുന്നുണ്ട്. പക്ഷേ ഇനിയും കീർത്തിയുടെ പേര് എഴുതേണ്ട കാര്യമുണ്ടോ? ഇല്ല. അവരുടെ പേര് ഓൾറെഡി നമ്മൾ ബുക്സിൽ നിന്ന് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞു അവരെ ചെക്ക് കൊണ്ട് തന്നപ്പോൾ. അപ്പോൾ ഇനി അവരുടെ ചെക്ക് നമ്മൾ ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഒറിജിനലി എവിടെയാണ് ഇട്ടത്? ക്യാഷിലാണ് ഇട്ടത്. അവിടെ നിന്ന് എടുത്ത് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് പോലെ വേണം എഴുതാൻ. അനദർ ഫോം ഓഫ് കോൺട്രാ എൻട്രി അഗൈൻ. സോ ബൈ ബാങ്ക് അക്കൗണ്ട് contra cash കുറയണം 600 and immediately you will post on debit side of bank account as cash ആയിട്ട് വന്നു എന്ന്. ഈ 3 ട്രാൻസാക്ഷൻ, ഈ 2 600 ഡെബിറ്റ് എഴുതിയേക്കുന്നതും 1 600 ക്രെഡിറ്റ് എഴുതിയേക്കുന്നതിൻ്റെയും കൂടെ നെറ്റാണ് ഞാൻ പറഞ്ഞത്. സാധാരണ ആയിരുന്നെങ്കിൽ ഈ 3 എണ്ണത്തിൻ്റെയും കൂടെ നെറ്റായിട്ട് ബാങ്കിൽ ഒരു ഡെബിറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോഴും ബാങ്കിൽ ഒരു ഡെബിറ്റ് അല്ലേ വന്നിരിക്കുന്നത്? നോക്കിക്കേ, ക്യാഷിൽ 600 ഒരു ഡെബിറ്റ് വന്നു, ക്യാഷിൽ 600 ഒരു ക്രെഡിറ്റ് വന്നു. ഇത് രണ്ടും അപ്പം കട്ടായി പോയത് ഡെബിറ്റിലും ഒരു 600 ക്രെഡിറ്റിലും വന്നു. അപ്പോൾ ഇത് ക്യാൻസൽ ആയിപ്പോയി. പിന്നെയുള്ള 600 എവിടെയാണ്? ബാങ്കിലാണ്. സോ ഈ 3 ട്രാൻസാക്ഷൻ്റെ നെറ്റ് എഫക്റ്റ് ഡയറക്റ്റ്ലി ആണ് സാധാരണ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ക്വസ്റ്റ്യനിൽ സ്പെസിഫിക്കലി പറഞ്ഞത് കാരണം വി ഹാവ് ടു റെക്കോർഡ് 3 ട്രാൻസാക്ഷൻസ് ഓർ 3 postings. The next is, don't think that I am repeating it over and over again or it's being dragged a bit. For some people, you might get it in one go. That is not the case for everyone. So I'll have to keep in mind everyone and then keep on repeating so that every single student who listens to it understands the concept. Yeah? So who have already understood, please bear with me. It feels a bit long. Yeah, you can skip that 1 minute or 2 minutes if you feel it is too long for that. So 10th
January he pays Ratan and Company by check and is allowed discount 20. ഇനി റത്തൻ നമ്മൾക്ക് ചെക്സിന്റെ ആ സെന്റൻസ് നോക്കാം. ചെക്സ് ആർ ഫസ്റ്റ് ട്രീറ്റഡ് ആസ് ക്യാഷ് റെസിപ്റ്റ്. അപ്പൊ അവിടെ പറയുന്നത് നമ്മൾക്ക് ക്യാഷ് ചെക്ക് കിട്ടുന്നതിനെയാണ് ക്യാഷ് റെസിപ്റ്റ് ആയിട്ട് കാണിക്കുന്നത്. നമ്മൾ ചെക്ക് കൊടുത്ത് പേയ്മെന്റ് നടത്തുന്നതോ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. സോ ദാറ്റ് വിൽ ബി ട്രീറ്റഡ് ഇൻ എ നോർമൽ വേ. നമ്മുടെ ബാങ്കിൽ നിന്ന് പോകുന്നതായിട്ട് തന്നെ ട്രീറ്റ് ചെയ്താൽ മതി. സോ 10th April പറയുന്നു he pays Ratan and Co by check and is allowed discount 20. So which means ബാങ്കിൽ നിന്ന് പൈസ പോകും ജനുവരി 10-ന്. ആർക്കാണ് കൊടുത്തത്? Ratan and Co. എത്രയാണ് നമ്മുടെ ബാങ്കിൽ നിന്ന് ചെക്ക് വഴി നമ്മൾ പേയ്മെന്റ് നടത്തിയത്? 330 രൂപ. അത്രയും അപ്പം എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കുറയും. അതിൽ ഡിസ്കൗണ്ട് ഞാൻ അലോ ചെയ്തത് എത്രയാണ്? അതായത് അവരെനിക്ക് അലോ ചെയ്ത ഡിസ്കൗണ്ട് എത്രയാണ്? 20 rupees. So ideally speaking, I was supposed to pay 350, but when I went to pay it, they asked only to pay 330. അപ്പോൾ ബാക്കി 20 രൂപ എൻ്റെ ബിസിനസിന്റെ ഗെയിൻ ആണ്. സോ ഡിസ്കൗണ്ടിനെ ഞാൻ ക്രെഡിറ്റ് ചെയ്യും. On January 12th, Tripathi and Company pays into his bank 475. അതായത് എൻ്റെ ബിസിനസ് ചന്ദ്രികയുടെ ബിസിനസ്സാണ്. അപ്പോൾ ചന്ദ്രികയുടെ ബിസിനസ്സിലേക്ക് ത്രിപാഠി ആൻഡ് കമ്പനി ബാങ്ക് അക്കൗണ്ടിലേക്ക് പേയ്മെന്റ് നടത്തിയെന്നുള്ളത്. അതായത് നമുക്കിപ്പോൾ അറിയാം ഗൂഗിൾ പേ ഉണ്ട്, അല്ലെങ്കിൽ IMPS ഉണ്ട്, നെഫ്റ്റ്, RTGS എന്നൊക്കെ പറഞ്ഞ പല ടൈപ്പ് ഓഫ് പേയ്മെന്റ്സും നമ്മൾക്ക് നമ്മളുടെ ചുറ്റുവട്ടത്തൊക്കെ തന്നെ കാണാൻ പറ്റുന്നതാണ്. അല്ല നിങ്ങൾക്ക് തന്നെ എന്തെങ്കിലും പേയ്മെന്റ് ഒക്കെ ഇപ്പോൾ അല്ലെങ്കിൽ ഒരു റീചാർജ് ചെയ്യണം, നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരന് പൈസ കൊടുക്കണം, 100 രൂപ 200 രൂപ, അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിക്കാൻ പൈസ കൊടുക്കണം. ബാങ്കിലേക്ക് നമ്മൾ പോയി ചെയ്യുന്നുണ്ടോ? ഇല്ല. നമ്മുടെ ഫോൺ മതി അല്ലെങ്കിൽ ഇന്റർനെറ്റ് മതി അല്ലേ നമ്മളുടെ ബാങ്കിൽ നിന്ന് ഫണ്ട് ട്രാൻസ്ഫർ നടത്താം. സോ അതേപോലെ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ത്രിപാഠി ആൻഡ് കമ്പനി ചന്ദ്രികയ്ക്ക് പൈസ തരണമായിരുന്നു. അത് ചെക്ക് എഴുതി തരുന്നതിന് പകരം അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് കൊടുത്തു വിടുന്നതിന് പകരം അവരുടെ അക്കൗണ്ടിൽ നിന്ന് ഡയറക്റ്റ്ലി എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ നടത്തി. ജസ്റ്റ് ലൈക്ക് എ ഫണ്ട് transfer. So my bank balance has increased. So 12th January 2016 to Tripathi and Co 475 ആണ് എൻ്റെ ബാങ്കിലേക്ക് വന്ന പൈസ. The next entry will be he Chandrika he or she receives check from Varshi and allows him discount 35. അതായത് വർഷയുടെ കയ്യിൽ നിന്ന് കിട്ടിയ ചെക്ക് കിട്ടിയത് 450 ആണ്. ഞാൻ അയാൾക്ക് കൊടുത്ത ഡിസ്കൗണ്ട് 35. അപ്പൊ ജനുവരി 15-ന് എനിക്ക് ചെക്ക് കിട്ടി. ആരുടെ കയ്യിൽ നിന്നാണ് കിട്ടിയത്? വർഷയുടെ കയ്യിൽ നിന്ന്. വർഷയുടെ കയ്യിൽ നിന്ന് ചെക്ക് കിട്ടുകയാണ് ചെയ്തത്. ചെക്ക് കിട്ടുമ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ക്യാഷ് റെസിപ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ക്യാഷ് കോളത്തിന്റെ താഴെ നമ്മൾ 450 എഴുതും. ആ സെന്റൻസ് ഇല്ലായിരുന്നെങ്കിൽ എവിടെ എഴുതിയേനെ? ബാങ്ക് അക്കൗണ്ടിന്റെ താഴേക്കും എഴുതേണ്ടത്. സോ 450 ആണ് എൻ്റെ കയ്യിലേക്ക് വന്ന എമൗണ്ട്. ഇനി എത്രയാണ് എനിക്ക് ഡിസ്കൗണ്ട് കിട്ടിയത്? 35. സോറി, ഞാൻ എത്രയാണ് ഡിസ്കൗണ്ട് കൊടുത്തത്? 35. സോ ഐഡിയലി സ്പീക്കിംഗ് ഐ വാസ് സപ്പോസ് ടു ഗെറ്റ് 485, പക്ഷെ 450 മതിയെന്ന് ഞാൻ പറഞ്ഞു. On January 20, he receives cash 75 and check 100 for cash sale. അതായത് സെയിൽ നടത്തി, ബിസിനസ്സിലെ കച്ചവടം നടത്തി. അതിൽ ക്യാഷ് ആയിട്ട് തന്നെ എത്ര രൂപ കിട്ടി? 75 രൂപ കിട്ടി എന്നാണ് 20-ാം തീയതി. സോ ക്യാഷ് കൂടുന്ന ട്രാൻസാക്ഷൻ ആണ് അല്ലേ. സോ സെയിലാണ്. അപ്പോൾ ക്യാഷ് കിട്ടി 75 രൂപ, ചെക്കും കിട്ടി 100 രൂപ. സോ ഇഫ് ഇറ്റ് വാസ് എ നോർമൽ ട്രാൻസാക്ഷൻ, അല്ലെ നോർമലി നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ടു സെയിൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ക്യാഷിൽ എത്ര കിട്ടി? 75-നും ചെക്ക് കിട്ടിയത് എൻ്റെ ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പോൾ ബാങ്ക് ബാലൻസ് കൂടും 100 എന്ന് പറഞ്ഞു കാണിക്കേണ്ടിയിരുന്നത്. ബട്ട് സിൻസ് ദ ഫസ്റ്റ് സെന്റൻസ് ഇൻ ക്വസ്റ്റ്യൻ വാസ് ദെയർ, ചെക്കിനെയും ഞാൻ ആദ്യം ക്യാഷ് റെസിപ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. അപ്പോൾ 175 എവിടെ കിട്ടിയതായിട്ട് ഞാൻ കാണിക്കണം? ക്യാഷിൽ ഇൻക്രീസ് വന്നതായിട്ട് കാണിക്കണം. ഇനി ഈ ചെക്കൊക്കെ ഞാൻ എപ്പോഴാണ് കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? എൻ്റെ ബാങ്കിൽ കൊണ്ടിടണ്ടേ? എന്നാലേ പൈസ ശരിക്കും എൻ്റെ അക്കൗണ്ടിലേക്ക് ബാങ്കിലേക്ക് വരുള്ളൂ. ഇതിപ്പം ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന മെയർ പ്രസന്റേഷൻ ആണ്.
അത് പോയിന്റ് നമ്പർ 4 transaction on 4th and 7th നോക്കുക. കീർത്തി ആൻഡ് കമ്പനിയുടെ അതിൽ 7-ാം തീയതി കീർത്തിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ ചെക്ക് കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട് അല്ലേ. അങ്ങനെ ഒരു സെന്റൻസ് പറയുന്ന കേസിൽ മാത്രം നമ്മൾ ആ ചെക്ക് കൊണ്ട് ഇടുന്നതിന്റെ എൻട്രി കാണിച്ചാൽ മതി. ഇപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പറയണം. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ചെക്കെല്ലാം ക്യാഷ് റെസിപ്റ്റ് പോലെ തന്നെ ട്രീറ്റ് ചെയ്ത് പോയാൽ മതി. ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന്റെ എക്സ്പ്ലനേഷൻ ഈ ക്വസ്റ്റ്യനിൽ വേറെ ഉണ്ടെങ്കിൽ മാത്രം അതുകൊണ്ട് റെക്കോർഡ് ചെയ്യും. So we will continue with the rest of the transactions. Unfortunately, I couldn't record that part, so I had already written it. So I'll just explain what I have written, the rest of the transactions. 25-ാം തീയതിയിലത്തെ transaction ആണ് ഉണ്ടായിരുന്നത്. He pays into bank including checks received on 15th and 20th 1000 രൂപ. അത് 15-ാം തീയതി 20-ാം തീയതി വർഷയുടെ കയ്യിൽ നിന്നും സെയിലായിട്ടും ചെക്ക് കിട്ടി 450 100. അത് 25-ാം തീയതി കൊണ്ട് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്. ഡെപ്പോസിറ്റ് ചെയ്യുന്ന എത്ര രൂപയാണ്? 1000 രൂപയെന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. അതായത് കുറച്ച് ക്യാഷിൽ നിന്ന് എടുത്ത് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഈ ചെക്കും പോകും. ഇതെല്ലാം കൂടെ ചേർത്താണ് 1000 രൂപ. സോ ക്യാഷ് അക്കൗണ്ട് കുറയും, 1000 ക്രെഡിറ്റ് ചെയ്യണം. ബാങ്ക് അക്കൗണ്ടിൽ 1000 രൂപ കൂടുകയാണ്, ബാങ്കിന് ഡെബിറ്റ് ചെയ്യണം. യൂസ് ചെയ്യുന്നത് ക്യാഷ് ഇൻ ബാങ്ക് അക്കൗണ്ട്സ് കോൺട്രാ എന്നുള്ളതും നമ്മൾ മെൻഷൻ ചെയ്യും. ഇനി അത് കഴിഞ്ഞിട്ടുള്ള എൻട്രി he pays by check for cash purchase. ആ ഒരു സെന്റൻസിൽ ട്രാൻസാക്ഷൻ ഒരു എറർ ഉണ്ട്. പേസ് ബൈ ചെക്ക് എന്ന് പറയുന്നുണ്ട്, ക്യാഷ് പർച്ചേസ് എന്നും പറയുന്നത്. ഏതെങ്കിലും ഒന്നല്ലേ നടക്കുള്ളൂ. ഒന്നെങ്കിൽ കാശ് കൊടുത്ത് പർച്ചേസ് ചെയ്തു, അല്ല ചെക്ക് കൊടുത്തു. ഇത് രണ്ടും പറയുന്ന സ്ഥിതിക്ക് ടൈപ്പിംഗ് എറർ ആവാനാണ് സാധ്യത. സോ വി ആർ അസ്യൂമിങ് ദാറ്റ് ആ ബൈ ചെക്ക് എന്നുള്ള വാക്ക് കട്ട് ചെയ്തേക്കാം. ബൈ ചെക്ക് എന്നുള്ള വാക്ക് കട്ട് ചെയ്തിട്ട് ക്യാഷ് പർച്ചേസ് ആയിട്ട് എടുത്ത് വി വിൽ ട്രീറ്റ് ഇറ്റ് ആസ് എ ക്യാഷ് പർച്ചേസ്. സോ ബൈ പർച്ചേസസ് ക്യാഷ് കുറയുന്നു, 275 ക്രെഡിറ്റ് ചെയ്യും. ഓൺ 30th he pays sundry expenses in cash. പല എക്സ്പെൻസുകളിൽ എല്ലാം കൂടെ കൂട്ടി 50 രൂപ പേ ചെയ്യും. അതും ബൈ സൺട്രി എക്സ്പെൻസസ് നമ്മൾ ക്യാഷ് കുറയാൻ വേണ്ടി റെക്കോർഡ് ചെയ്യും. ഇനി ഫൈനലി എല്ലാ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ക്യാഷ് ആൻഡ് ബാങ്ക് ഇറ്റ്സ് എ സബ്സിഡിയറി ബുക്ക് ആസ് വെൽ ആസ് എ ലെഡ്ജർ. സോ ഈ രണ്ട് അക്കൗണ്ടും ബാലൻസ് ചെയ്യും. സോ ബാലൻസ് ചെയ്ത് വരുമ്പോൾ ക്യാഷിന് എപ്പോഴും ഡെബിറ്റ് ബാലൻസേ വരാൻ പാടുള്ളൂ. ബിക്കോസ് ഉള്ള ക്യാഷിൽ നിന്ന് എടുത്ത് ചിലവാക്കാൻ പറ്റും. സോ 300 രൂപ ഡെബിറ്റ് ബാലൻസ് കിട്ടി. ഡെബിറ്റ് ബാലൻസ് ആയതുകൊണ്ടാണ് ക്രെഡിറ്റിൽ ബാലൻസിങ് ഫിഗറായിട്ട് എഴുതുന്നത്. ഇനി ബാങ്കിനും ഈ ഒരു കേസിൽ ഡെബിറ്റ് ബാലൻസ് തന്നെയാണ് 20,745. പക്ഷെ ബാങ്കിന് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് വേണമെന്ന് നിർബന്ധമില്ല. ബിക്കോസ് ബാങ്ക്സ് കറണ്ട് അക്കൗണ്ട് ബിസിനസ്സുകാരോട് ഓപ്പൺ ചെയ്യാൻ പറയുന്നതിന്റെ കാരണം തന്നെ ബാങ്ക് ഒരു ഫെസിലിറ്റി പല ബിസിനസ്സുകാർക്കും കൊടുക്കും. വേറെ നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തതിനേക്കാളും കൂടുതൽ വിഡ്രോ ചെയ്യാൻ ബാങ്ക് ഒരു ഓപ്ഷൻ കൊടുക്കും, അത്യാവശ്യമാണെങ്കിൽ കുറച്ച് നാളത്തേക്കെങ്കിലും. അപ്പോൾ നമ്മൾ ആകെ മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്ത് 21,000 ഉള്ളൂ. പക്ഷേ ചിലപ്പോൾ ഒരു 25,000-ന്റെ പേയ്മെൻറ്റും ഉണ്ട്. ബാങ്ക് സമ്മതിക്കും ഇഫ് യു ആർ എ ബിസിനസ് മാൻ ആൻഡ് യു ഹാവ് ദാറ്റ് ഫെസിലിറ്റി ഇൻ യുവർ കറണ്ട് അക്കൗണ്ട്. അപ്പോൾ അങ്ങനെ അതിൻ്റെ അർത്ഥം ബാങ്കിൽ നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടതല്ല. പിന്നീട് ബാങ്ക് പറഞ്ഞ സമയമാകുമ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എക്സ്ട്രാ വിഡ്രോ ചെയ്തത് അഡ്ജസ്റ്റ് ചെയ്തോളൂ. So bank account can have a credit balance also if the businessman has overdrawn. അതായത് ഡെപ്പോസിറ്റ് ചെയ്തതിനേക്കാൾ കൂടുതൽ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്താൽ ബാങ്കിന് ഒരു ക്രെഡിറ്റ് ബാലൻസ് വരാം. ക്യാഷിന് ഒരിക്കലും അത് വരാൻ പാടില്ല. ക്യാഷിൽ അങ്ങനെ വന്നാൽ നമ്മൾ എഴുതിയത് എന്തെങ്കിലും തെറ്റാനോ അല്ലെങ്കിൽ ബാലൻസ് ചെയ്തപ്പോൾ തെറ്റിപ്പോവാനോ സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ ക്യാഷ് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആവാൻ പാടുള്ളൂ, അല്ലെ സീറോ. So that is one check point for you. Then you have the other column, discount on debit side and discount on credit side. അത് ബാലൻസ് ചെയ്യേണ്ട നിയർ ടോട്ടലി ഇല്ല. ഇത് സബ്സിഡിയറി ബുക്കിന്റെ ഭാഗമായിട്ടുള്ള പ്രസന്റേഷൻ മാത്രമാണ്. ദിസ് ഡസ് നോട്ട് റെപ്രസെന്റ് എ സെപ്പറേറ്റ് ലെഡ്ജർ. ഇത് സെപ്പറേറ്റ് ലെഡ്ജറായിട്ട് നമ്മൾ വീണ്ടും ബാക്കിയുള്ള ലെഡ്ജേഴ്സിൻ്റെ കൂടെ പ്രിപ്പയർ ചെയ്യും. ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറഞ്ഞൊരു എക്സ്പെൻസ് അക്കൗണ്ട് അവിടെ ഈ 235 ടോട്ടൽ എടുത്തുകൊണ്ട് നമ്മൾ പോസ്റ്റ് ചെയ്യും. പർച്ചേസ് ബുക്കിൽ നിന്ന് പർച്ചേസ് അക്കൗണ്ടിലേക്ക് എടുത്തു പോകും. ഇവിടെയും ഡിസ്കൗണ്ട് റിസീവ്ഡിൻ്റെ ടോട്ടൽ 20 ക്രെഡിറ്റ് സൈഡിലേക്ക് പർച്ചേസ് ബുക്കിൽ നിന്ന് പർച്ചേസ് എടുത്ത പോലെ ഈ 20 നമ്മൾ ക്രെഡിറ്റ്. വിത്ത് ദാറ്റ് we finish 3 column cash flow. Yeah, so I hope these 3 presentations are clear to you. Now there is another important thing that you have to remember in mind, that as you go ahead, when you talk about cash book as such, നമ്മൾ generally in cash book അടുത്ത level of study ലേക്ക് കയറുമ്പോൾ
ക്യാഷ് ബുക്കിനെ കൂടുതലും നമ്മൾ പറയുന്ന സബ്സിഡിയറിയുടെ ഭാഗമായിട്ടല്ല, ഒരു ലെഡ്ജർ പോലെയാണ്. അപ്പോൾ ലെഡ്ജർ പോലെ ആയത് കാരണം പലപ്പോഴും നമ്മൾ ക്യാഷ് ബുക്ക് എന്ന് പറയുമ്പോൾ 2 കോളംസേ പ്രിപ്പയർ ചെയ്യാറുള്ളൂ ജനറലി. ക്യാഷ് ആൻഡ് ബാങ്ക്, അതിപ്പോൾ ഫൗണ്ടേഷനിൽ വേറെ ഏതെങ്കിലും ചാപ്റ്റർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇന്റർ ഫൈനൽ ലെവൽ ആയിക്കോട്ടെ, നമ്മൾ ക്യാഷ് ആൻഡ് ബാങ്ക് മാത്രമായിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത്. ഡിസ്കൗണ്ട് ഇവിടെ പ്രസന്റേഷൻ മാത്രമാണ്, അല്ലെങ്കിൽ നമ്മളിവിടെ ബാലൻസ് ചെയ്യുന്നുണ്ടോ ഇല്ല. ഡിസ്കൗണ്ടിന് വീണ്ടും ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു എന്നാണ് 3 കോളമിൽ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ക്യാഷ് ബുക്ക് ഒരു ലെഡ്ജർ ആയിട്ട് നമ്മൾ പലയിടത്തും പ്രിപ്പയർ ചെയ്യുന്ന കേസിൽ ഡിസ്കൗണ്ട് അലൗഡും റിസീവ്ഡും മറ്റൊരു ലെഡ്ജർ ആയിട്ടായിരിക്കും നമ്മൾ ഓപ്പൺ ചെയ്ത് ഇതിനെ കമ്പൈൻ ചെയ്ത് അങ്ങനെ എഴുതാറില്ല. പക്ഷേ നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കണം, ബിക്കോസ് ക്യാഷ് ബുക്ക് എന്ന് പറയുന്ന ആ മേജർ ബുക്കിന്റെ 3 രീതിയിലുള്ള പ്രസന്റേഷൻ ഇത് തന്നെയാണ്. പക്ഷേ ആസ് യു ഗോ ഹെഡ് ആൻഡ് യു ബിക്കം thorough with all this basics, you will then start thinking at a higher level. അപ്പോൾ നമ്മൾ ക്യാഷ് ബുക്ക് എന്ന് പറയുമ്പോൾ ജനറലി ക്യാഷ് ബുക്കിൽ വരുന്ന 2 ലെഡ്ജേഴ്സ് ആയ ക്യാഷ് ആൻഡ് ബാങ്ക് മാത്രമേ റെക്കോർഡ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഫ്യൂച്ചറിലൊക്കെ അങ്ങനെ കണ്ടെന്നിരിക്കാം. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ സബ്സിഡിയറി ബുക്ക് അല്ലെങ്കിൽ അക്കൗണ്ടിങ് പ്രോസസ്സിൽ പഠിച്ചതല്ലാന്നൊന്നും വിചാരിക്കേണ്ട. ഡിസ്കൗണ്ട് റിസീവ്ഡും അലൗഡും മറ്റ് ലെഡ്ജേഴ്സ് ആയിട്ട് ഓപ്പൺ ആയിക്കോളും. അവിടെ ആ ക്യാഷ് ബുക്ക് ഒക്കെ നമ്മൾ ഡീൽ ചെയ്യുന്ന കൂടുതലും ലെഡ്ജർ എന്നുള്ള പെർസ്പെക്റ്റീവിലാണ്. അതുകൊണ്ടാണ് ഡിഫറൻസ് കാണാൻ സാധ്യതയുള്ളത് കേട്ടോ. Now we move on to the next small area, which is nothing but petty cash flow. We are not going to work out any problem. ഇവിടെ തന്നിരിക്കുന്നത് കാരണം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും എന്നുള്ളത് മാത്രമാണ്. വാട്ട് ഈസ് പെറ്റി ക്യാഷ് ബുക്ക്? പെറ്റി ക്യാഷ് ബുക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ബിസിനസ്സിൽ പല ചെലവുകളും നടക്കും അല്ലേ, പല പേയ്മെന്റ്സ് കാണും. അതിൽ വളരെ മീഗറായിട്ട് റെപ്പിറ്റേറ്റീവ് ആയിട്ട് നടക്കുന്ന കുറേ ചെറിയ ചെറിയ ചെലവുകൾ കാണും. അതായത് ചായക്ക് വേണ്ടി പൈസ ചെലവാക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലുള്ള പ്യൂണ് ബാങ്കിൽ പോയി ചെക്ക് പ്രിന്റ് ചെയ്യാൻ, പാസ്ബുക്ക് പ്രിന്റ് ചെയ്യിപ്പിക്കാനോ, പൈസ കൊണ്ടിടാനോ, എവിടെയെങ്കിലും കൊണ്ട് കൊറിയർ നടത്താനോ ചെറിയ ചെറിയ എമൗണ്ടുകൾ ചെലവുകളൊക്കെ വരും. അത് ഒത്തിരി നമ്പറിലും കാണും. അപ്പോൾ ആ പേയ്മെന്റുകളും എല്ലാം പിന്നെ ക്യാഷ്യർ നോക്കിയിരുന്നാൽ അയാളുടെ ബേർഡൻ കൂടും. 2 ലക്ഷത്തിന്റെ ബാങ്ക് ചെക്ക് വരുന്നതും അയാൾ തന്നെ ഹാൻഡിൽ ചെയ്യണം, 2 രൂപ ഒരു സ്റ്റാമ്പ് വാങ്ങിക്കുന്നതും അയാൾ ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ എക്സ്പെൻസുകൾ, മീഗർ എക്സ്പെൻസസ് ഒക്കെ വരുമ്പോൾ അത് ഡീൽ ചെയ്യാൻ ഒരു അഡീഷണൽ ക്യാഷിയറിനെ അപ്പോയിന്റ് ചെയ്യും, who will only deal with petty cash. Petty cash എന്ന് വെച്ചാൽ those items which are going to be petty or meager in amount. അതായത് ചെറിയ എമൗണ്ട് ആയിരിക്കും, അത് ഹാൻഡിൽ ചെയ്യുന്നത് സെപ്പറേറ്റ് ക്യാഷിയറിനാണ്. Main cashier will be handling only somewhat heavy amounts or higher amounts. അപ്പോൾ ഇവർ രണ്ടുപേരെയും ബൈഫിക്കേറ്റ് ചെയ്ത് വെച്ചാൽ വർക്ക് കുറച്ചും കൂടെ എളുപ്പമാണ്. മെയിൻ ക്യാഷിയർ മേജർ ആയിട്ടുള്ള ചെലവുകളും വരുമാനവും ബാങ്ക് പേയ്മെന്റ് ഒക്കെ നോക്കിയാൽ മതി. ചെറിയ ചെറിയ ഡേ ടു ഡേ എക്സ്പെൻസസ് ഒക്കെ പെറ്റി ക്യാഷിയർ നോക്കിക്കൊള്ളും. അപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ അക്കൗണ്ടിങ് വരുന്നത്? പെറ്റി ക്യാഷിയർ മറ്റൊരാളുണ്ടെന്ന് വെച്ച് ബിസിനസ്സിന് ക്യാഷ് ഒരെണ്ണവും അല്ലേ, അതായത് 1000 രൂപ ബിസിനസ്സിലേക്ക് ബിസിനസ്സുകാരനിട്ട് മുഴുവൻ ക്യാഷും 1000 ഉള്ളൂ. അതിൽ മെയിൻ ക്യാഷിയറിനായിരിക്കും 1000 രൂപ മുഴുവൻ നമ്മൾ കൊടുക്കാൻ പോകും. ക്യാഷിയർ എന്ത് ചെയ്യും? ഇതിലൊരു 100 രൂപയായിരിക്കും ആ ബിസിനസ്സിന് ചിലപ്പോൾ ചെറിയ ചെറിയ ചെലവുകൾക്ക് വേണ്ടി ആവശ്യം. മെയിൻ ക്യാഷിയർ എന്ത് ചെയ്യും? ഈ 1000 രൂപയിൽ നിന്ന് 100 രൂപ പെറ്റി ക്യാഷിയറിന്റെ കയ്യിലോട്ട് കൊടുത്തിട്ട് പറയും, ആ ചെറിയ ചെറിയ ചെലവുകളൊക്കെ ഈ 100 രൂപയും കൊണ്ട് നടത്തിക്കോളാം. ബാക്കി 900 rupees ആയിരിക്കും ആരുടെ കയ്യിലുണ്ടാവുക? മെയിൻ ക്യാഷിയറിന്റെ കയ്യിലുണ്ടാവുക. ആൻഡ് ഹി വിൽ ബി ഹാൻഡ്ലിങ് ദിസ് ക്യാഷ് ബുക്ക്, മേജർ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസിന് വേണ്ടി. ആൻഡ് പെറ്റി ക്യാഷിയർ വിൽ ബി യൂസിങ് ദിസ് 100 rupees ടു പേ ഓഫ് ഓർ സെറ്റിൽ ദോസ് meager smaller amounts. അപ്പോൾ അയാൾക്ക് ഒരു സെപ്പറേറ്റ് ബുക്കാണ്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് റെക്കോർഡ് ചെയ്യില്ല. കാരണം ഈ വലിയ എമൗണ്ട്സിന്റെ കൂടെ 2 രൂപ ചെലവാക്കി 10 രൂപ ചെലവാക്കി എന്ന് പറഞ്ഞ് എഴുതി പോയാൽ വളരെ ലെങ്തി ആയിട്ടുള്ള, ആവശ്യമില്ലാത്ത ഒരു ലെങ്തി പ്രസന്റേഷൻ ആയിരിക്കും. അതുകൊണ്ട് കൂടിയാണ് മറ്റൊരാളെ പെറ്റി ക്യാഷ് മാത്രം ഹാൻഡിൽ ചെയ്യാൻ ഏൽപ്പിക്കുന്നത്. അപ്പോൾ അയാൾ ഈ 100 രൂപ എങ്ങനെയൊക്കെ ചെലവാക്കിയെന്ന് അയാൾക്കൊരു സെപ്പറേറ്റ് ഫോർമാറ്റ് കാണും, which will have the detailed disbursement of how this 100 is spent. ഇനി മുഴുവൻ 100 സ്പെൻഡ് ചെയ്തില്ല എന്നിരിക്കാം, കുറച്ച് ബാക്കി കാണും, അതൊക്കെ അയാളുടെ കയ്യിൽ കാണും. 10 രൂപ ബാക്കി അല്ലെങ്കിൽ 10 രൂപ ക്യാഷിയറിന്റെ കയ്യിൽ കാണും, മെയിൻ ക്യാഷിയറിന്റെ കയ്യിലാണ് 900ന്റെ ബാക്കി എന്തെങ്കിലുണ്ടെങ്കിൽ അത് കാണും. പെറ്റി ക്യാഷിയർ, അപ്പോൾ ഇതാണ് പെറ്റി ക്യാഷിയറും മെയിൻ ക്യാഷിയറിന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി there is another important theoretical concept called, theoretically ചിലപ്പോൾ ഒരു 1 liner ആയിട്ടൊക്കെ വരാൻ സാധ്യതയുള്ളതാണ്,
which is known as അപ്പോൾ petty cashier ഒരു സെപ്പറേറ്റ് petty cash book മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലായി to record all those disbursement of this 100 rupees. ഇനി we might have something called impressed system of petty cash book. What is this impress system? Impress system എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, ഓൾറെഡി ബിസിനസ്സിൽ ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും മെയിൻ ക്യാഷ്യർ എല്ലാ മാസമോ അല്ലെങ്കിൽ എല്ലാ ദിവസമോ എല്ലാ 2 ആഴ്ച കൂടുമ്പോഴോ ചെലവുകൾ നടത്താൻ പെറ്റി ക്യാഷ്യറിൻ്റെ കയ്യിൽ ഒരു ഫിക്സഡ് എമൗണ്ട് കൊടുക്കും. ആ ഫിക്സഡ് എമൗണ്ട് എപ്പോഴും അയാളുടെ കയ്യിൽ ചെലവുകൾ കഴിഞ്ഞ് അവർ എഗ്രി ചെയ്യുന്ന ആ 2ാമത്തെ ആഴ്ച അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ അടുത്ത ദിവസം റീപ്ലനിഷ് ചെയ്ത് വരാം. അതിനാണ് ഇംപ്രസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇമാജിൻ every month petty cashier has to have an opening balance. അതായത് ഓരോ മാസവും തുടങ്ങുമ്പോൾ 100 രൂപ വെച്ചാണ് പെറ്റി ക്യാഷ്യർ അയാളുടെ ചെലവുകൾ നടത്താൻ തുടങ്ങുന്നത്. അപ്പോൾ ഇംപ്രസ്ഡ് സിസ്റ്റം ഓഫ് പെറ്റി ക്യാഷ് എന്ന് വെച്ചാൽ എല്ലാ മാസവുമാണ് ഇവരുടെ എഗ്രിമെൻ്റ് എന്ന് വെക്കുക. ഏപ്രിൽ 1-ന് മെയിൻ ക്യാഷ്യർ 100 രൂപ എടുത്ത് പെറ്റി ക്യാഷ്യറിൻ്റെ കയ്യിൽ കൊടുക്കും. ആ 100 രൂപ അയാൾ എഗ്രിമെൻ്റ് പ്രകാരം ഒരു മാസത്തേക്ക് ചെലവുകൾ നടത്തും. ഇനി ഒരു മാസത്തെ എല്ലാം ചെലവുകൾ കഴിയുമ്പോൾ എല്ലാ ചെലവുകളും കഴിഞ്ഞ് കഴിയുമ്പോൾ അയാളുടെ കയ്യിൽ 30 ഏപ്രിൽ ആയിട്ട് 20 രൂപയുള്ളെന്ന് ബാക്കിയുള്ളെന്ന് വെക്കുക. 20 രൂപയെ ബാക്കിയുള്ളൂ. അപ്പോൾ അടുത്ത ദിവസം വീണ്ടും പുതിയൊരു മാസമാണ്. അപ്പോൾ ഇംപ്രസ്ഡ് സിസ്റ്റത്തിൽ പുതിയ മാസം അല്ലെങ്കിൽ ഏതാണോ ഇവർ എഗ്രി ചെയ്യുന്നത്, ഫോർട്ട്നൈറ്റ്ലി ആണോ, ആഴ്ചയിലൊന്നാണോ, മാസത്തിലൊന്നാണോ, 6 മാസം കൂടുമ്പോഴാണോ എന്നാണോ ആ ഫിക്സ് ചെയ്തിരിക്കുന്ന എമൗണ്ട് വേണം വീണ്ടും പെറ്റി ക്യാഷ്യറിൻ്റെ കയ്യിൽ അടുത്ത മാസത്തെ ചെലവുകൾ നടത്താൻ കയ്യിലുണ്ടാവും. സോ ഇവിടെ എഗ്രി ചെയ്തിരിക്കുന്ന 100 രൂപയാണ് എല്ലാ മാസവും തുടക്കം വേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 20 രൂപയെ ഏപ്രിൽ 30-നുള്ളൂ. അപ്പോൾ ബാക്കി പെറ്റി ക്യാഷ്യർ 100 രൂപയാകാൻ മെയിൻ ക്യാഷ്യർ പെറ്റി ക്യാഷ്യറിൻ്റെ കയ്യിൽ ഒരു 80 രൂപയും കൂടെ കൊടുത്ത് മെയ് 1-ന് വീണ്ടും എന്താകും, പെറ്റി ക്യാഷ്യറിൻ്റെ 100 രൂപയാണ്. അയാൾ വീണ്ടും ആ മാസത്തെ ചെലവുകളൊക്കെ നടത്തി അത് റെക്കോർഡ് ചെയ്ത് വെക്കും. മിച്ചമുള്ള കാശ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ മിച്ചമുള്ളത് അങ്ങനെ റെക്കോർഡ് ചെയ്യും. അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വീണ്ടും മെയിൻ ക്യാഷ്യർ 100 രൂപ ആകാൻ എത്ര രൂപ അയാൾക്ക് കൊടുക്കണം, ആ അഡീഷണൽ പൈസ കൊടുക്കും. ഇപ്പം ഒരു മാസം ഈ അവസാനം നമ്മൾ ഈ എഴുതിയ മാസം അയാൾക്ക് 25 രൂപ, ഒരു എമൗണ്ട് പോലും ബാക്കിയില്ല. 1/6-ന് മെയിൻ ക്യാഷ്യർ ഒരു അഡീഷണൽ 100 രൂപ കൊടുക്കണം. അവർ എഗ്രി ചെയ്തിരിക്കുന്ന പീരീഡിൻ്റെ സ്റ്റാർട്ടിങ് ഫിക്സ് ചെയ്തിരിക്കുന്ന എമൗണ്ട് പെറ്റി ക്യാഷ്യറിൻ്റെ കയ്യിൽ വേണം ടു എൻഷുർ ദാറ്റ് ഹി മീറ്റ്സ് ഓൾ ഹിസ് എക്സ്പെൻസസ്. ഇതിനെയാണ് ഇംപ്രസ്ഡ് സിസ്റ്റം, അതായത് ഫിക്സഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് എപ്പോഴും വേണം ടു മീറ്റ് ഓൾ എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇംപ്രസ്ഡ് സിസ്റ്റം ഓഫ് petty cash. So you can read all this theory and ഒരു illustration ഉണ്ട്. We are not going to do it in class. ഒന്നുകൂടെ എഴുതുന്നില്ല. We are just going to read from the textbook because exam point of view വരാനുള്ള സാധ്യത കുറച്ച് ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് so petty cash bookന്റെ ഫോർമാറ്റ് ഇങ്ങനെയാണ്, wherein you have ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്നുള്ള ബൈഫിക്കേഷൻ അല്ല, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിട്ടിയ പൈസയുടെ എല്ലാ കണക്കും, റൈറ്റ് ഹാൻഡ് സൈഡിലായിരിക്കും ചെലവുകളുടെ എല്ലാ കണക്കും വരുന്നത്. അതിൽ ആദ്യത്തെ കോളം റെസീപ്റ്റ്, മെയിൻ ക്യാഷ്യറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന റെസീപ്റ്റുകളുടെ എമൗണ്ട് ആണ് ഈ റെസീപ്റ്റ് കോളത്തിനുള്ളിൽ വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ 100 രൂപ ആദ്യമായിട്ട് കിട്ടി. തൊട്ടടുത്തത് ഡേറ്റ് കോളമാണ്. അപ്പോൾ ഏത് ഡേറ്റിനാണ് കിട്ടിയെന്നുള്ളത്. തേർഡ് കോളം ഇസ് വൗച്ചർ നമ്പർ. Now voucher is a kind of a documentary evidence. So എല്ലാ ചെക്കും നമ്മൾ ബസ്സിൽ കയറിപ്പോയി, പ്യൂണ് എവിടെയെങ്കിലും പോകണമായിരുന്നു, ആരെങ്കിലും മീറ്റ് ചെയ്യണം, എന്തെങ്കിലും കൊണ്ട് കിടക്കണമായിരുന്നു, അയാൾക്ക് ബസ്സിലാണ് ട്രാവൽ ചെയ്യാൻ പറ്റും. ബസ്സിന് എത്ര രൂപ, 5 രൂപയാണെന്ന് വെക്കാം. ഈ 5 രൂപയ്ക്കൊക്കെ ബസ്സിൻ്റെ അയാളിന് ടിക്കറ്റ് കിട്ടിയെന്നില്ല. ആ ടിക്കറ്റ് സൂക്ഷിച്ച് വെക്കാൻ പറ്റണമെന്നില്ല, മാഞ്ഞു പോയെന്നൊക്കെ ഇരിക്കുക അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, അയാൾ വന്ന് ചിലവുകളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ പെറ്റി ക്യാഷ് നമ്മളുടെ ബിസിനസ്സിൽ ഒരു വൗച്ചർ ബുക്ക് കാണും. ആ വൗച്ചർ ബുക്കിനകത്ത് നിങ്ങൾ സമയം പോലെ നെറ്റിൽ എല്ലാം ഒന്ന് സെർച്ച് ചെയ്തോളുക. വാട്ട് ഈസ് ദ ഫോർമാറ്റ് ഓഫ് എ വൗച്ചർ ബുക്ക്. അതിൽ നമ്മൾ ഇന്ന ചിലവ്, ബസ് ചാർജിന് വേണ്ടി 5 രൂപ എന്ന് പറഞ്ഞ് പ്രോപ്പർലി ഓത്തറൈസ് ചെയ്യണം അപ്രോപ്രിയേറ്റ് പേഴ്സൺ. പെറ്റി ക്യാഷ്യർ ആണ് ഓത്തറൈസ് ചെയ്യുന്നെങ്കിൽ അയാൾ, അല്ലെങ്കിൽ മെയിൻ ക്യാഷ്യർ ആണെങ്കിൽ അയാൾ ഓത്തറൈസ് ചെയ്ത് വെക്കണം.
അപ്പോൾ അതാണ് നമ്മളുടെ ഒരു ഡോക്യുമെന്ററി എവിഡൻസ്. അല്ലാതെ നമുക്ക് ടിക്കറ്റ് കാണിക്കാൻ മാർഗ്ഗമില്ല, ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയെന്ന് ഇരിക്കും. അപ്പോൾ ഈ ബാക്കിംഗ് ആയിട്ട് നമ്മൾ പല വൗച്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഓർഡറിൽ വേണം വൗച്ചർ ക്രിയേറ്റ് ചെയ്യാൻ ഓരോ ചെലവുകളിലും. ഏതെങ്കിലും വൗച്ചർ നമ്പർ മിസ്സിംഗ് ആണെങ്കിൽ നമ്മൾ പോയി ചെക്ക് ചെയ്യണം, എന്തുകൊണ്ടാണ് മിസ്സിങ്. ആരെങ്കിലും പൈസ എടുത്തുകൊണ്ട് പോയതാണോ, കള്ളത്തരം കാണിച്ചാണോ, അല്ലെങ്കിൽ വിട്ടുപോയതാണോ. നിങ്ങൾ ഫ്യൂച്ചറിൽ ഓഡിറ്റ് എന്നൊക്കെ പറഞ്ഞ് കോൺസെപ്റ്റ് ഇന്റർമീഡിയറ്റിലൊക്കെ പഠിക്കും. അപ്പോൾ അവിടെ നമ്മൾ ഇതൊക്കെ ചെക്ക് ചെയ്യുന്നതാണ്. ഈ വൗച്ചർ പ്രോപ്പർലി ക്രോണോളജിക്കൽ ഓർഡറിലാണോ വന്നിരിക്കുന്നത്, എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്നെല്ലാം നമ്മൾ കാണിക്കണം. സോ വൗച്ചർ നമ്പർ ഈസ് നത്തിങ് ബട്ട് എ ഡോക്യുമെന്ററി എവിഡൻസ് ഇൻ സപ്പോർട്ട് ഓഫ് ഓൾ ദിസ് എക്സ്പെൻസസ്. The next column is particulars, which shows the ഏതാണ് നമ്മൾ ചെലവാക്കിയ കാര്യങ്ങൾ. പിന്നെ ടോട്ടൽ, അതായത് ടോട്ടലി നമ്മൾ ചെലവാക്കിയത് എന്തിനു വേണ്ടി ആ ഒരു ഡേയിൽ. ചിലപ്പോൾ ആ ഒരു ഡേയിൽ പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പൈസ ചെലവാക്കണം. ബസ്സിന് കയറിപ്പോയി ദാഹിച്ചപ്പോൾ ചായ കുടിക്കുകയോ വെള്ളം കുടിക്കുകയോ എന്തെങ്കിലും ചെയ്തു, അതെല്ലാം നമ്മൾ ഈ ടോട്ടൽ കോളത്തിലേക്ക്. ആൻഡ് ദെൻ യു ഹാവ് ഡിഫറെൻറ്റ് individual expense column as the question gives you situation or as the situation arises in a practical business world. അപ്പോൾ ജനറലി ഈ ഒരു ക്വസ്റ്റ്യൻ ഉള്ളത് കൺവെയൻസ്, കാർട്ടേജ്, സ്റ്റേഷനറി, വേജസ്, സർവീസ്. അപ്പോൾ അതിനെല്ലാം സെപ്പറേറ്റ്ലി ഓരോ കോളം ഓപ്പൺ. ഇനി ഇതെങ്ങനെ റെക്കോർഡ് ചെയ്യും? ഏറ്റവും ആദ്യത്തെ നോക്കാം, റിസീവ്ഡ് 100 ഫോർ പെറ്റി ക്യാഷ്. ഇത് ആരുടെ കയ്യിൽ നിന്ന് കിട്ടിയതാണ്? മെയിൻ ക്യാഷ്യറിന്റെ കയ്യിൽ നിന്ന് പെറ്റി ക്യാഷ്യറിലേക്ക് കിട്ടിയതാണ്. അപ്പോൾ റിസീവ് സൈഡിലാണ് വരുന്നത്. 2 ബൈ എന്നൊന്നും ഈ റെസീപ്റ്റിലും നമ്മൾ ഈ സൈഡിൽ എഴുതുന്നില്ല. പെർട്ടിക്കുലേഴ്സും നമ്മൾ 2 ക്യാഷ് എന്ന് എഴുതും. ഫ്രം ക്യാഷ് യു ഹാവ് റിസീവ്ഡ് ഇറ്റ്. സോ 100 rupees date with the 2 cash. The next entry was on second paid bus fare. Bus fare 50 പൈസ ചെലവാക്കി. വളരെ മീഗർ ആയിട്ടുള്ള എമൗണ്ട്സ് ആണ്. സോ ബസ് ഫെയർ എന്ന് നമ്മൾ പറയില്ല, അതിന് കുറച്ചും കൂടെ ഒരു ഗ്ലാമറസ് പേര് കൊടുക്കുകയാണ് കൺവെയൻസ്. കോമൺ നെയിം ബസ് ഫെയർ, ഓട്ടോ ഫെയർ എന്ന് എല്ലാത്തിനെയും കൂടെ കമ്പൈൻ ചെയ്ത് ട്രാവലിംഗ് എക്സ്പെൻസ് പോലെ. ട്രാവലിംഗ് എക്സ്പെൻസ് വിൽ ബി എ മച്ച് മോർ ഹയർ എമൗണ്ട്. നിങ്ങൾ ഫ്ലൈറ്റിന് പോയി, ട്രെയിനിന് പോയി. പക്ഷെ കൺവെയൻസ് സ്മോളർ ഡിസ്റ്റൻസിന് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്ന ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ചെലവാക്കുന്ന എമൗണ്ടുകൾ. സോ അതിന് നമ്മൾ കൺവെയൻസ് എന്ന് പേര് കൊടുക്കും. സോ ബൈ കൺവെയൻസ് പോയിന്റ് ടോട്ടൽ എത്ര, 50 പൈസ, എന്നിട്ട് ഏത് എക്സ്പെൻസിന്റെ താഴെയാണോ അവിടെ പോയി എഴുതുക. അങ്ങനെ ഓരോ എക്സ്പെൻസും ഡേറ്റ് വൈസ് വൗച്ചർ നമ്പർ ഓർഡറിൽ നമ്മൾ എഴുതി പോയാൽ മതി, തന്നിട്ടില്ല. അങ്ങനെ ഓരോ ചെലവുകളും എഴുതി പോവുക ടോട്ടൽ കോളത്തിലും അപ്രോപ്രിയേറ്റ് എക്സ്പെൻസുകളുടെ താഴെ. ആൻഡ് ദെൻ വൺസ് യു റെക്കോർഡ് എവറിത്തിങ് യു വിൽ ടോട്ടൽ ദീസ് എക്സ്പെൻസസ്. ടോട്ടൽ കോളവും ടോട്ടൽ ചെയ്യണം, ഓരോ ഇൻഡിവിജ്വൽ എക്സ്പെൻസ് കോളവും ടോട്ടൽ ചെയ്യണം. ഈ 60 രൂപ എന്ന് പറഞ്ഞ് ഇവിടെ തന്നിരിക്കുന്നതിന്റെ ബ്രേക്കപ്പ് ആണ് നമ്മൾക്ക് ഇപ്പുറത്ത് കിട്ടാൻ പോകുന്നത്. 26, 38, 44 ആൻഡ് 16. സോ 60 റുപ്പീസിന്റെ ബ്രേക്കപ്പ് ഓരോ എക്സ്പെൻസിന് വേണ്ടി ഒരു മാസം കൊണ്ട് ഇത്രയാണ് ചെലവാക്കിയത് നമ്മൾക്ക് കിട്ടും. അപ്പൊ 100 രൂപ തന്നതിൽ എത്ര രൂപ നമ്മൾ ചെലവാക്കി? 60 രൂപ ചെലവാക്കി. ബൈ ബാലൻസ് എത്ര കാണും? പെറ്റി ക്യാഷ്യറിന്റെ കയ്യിൽ 40 രൂപ കാണും അല്ലേ? സോ ബൈ ബാലൻസ് എന്ന് പറഞ്ഞ് ഈ ഒരു പ്രസന്റേഷനിൽ നമ്മൾ 40 എഴുതി 100 റുപ്പീസ് ക്ലോസ് ചെയ്യും. അതായത് റെസിപ്റ്റും 100 ഉണ്ടായിരുന്നു, ക്ലോസിങ്ങിലും 100 ക്ലോസ് ചെയ്യാൻ എടുത്തു. ബൈ ഹാവിങ് എ ക്ലോസിംഗ് ബാലൻസ് ഇൻ ഹാൻഡ് ആസ് 40 റുപ്പീസ്. ഇനി ഇംപ്രസ്ഡ് സിസ്റ്റം ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ എല്ലാ വർഷവും അല്ലെങ്കിൽ എല്ലാ മാസവും അയാൾക്ക് ബിസിനസ് അടുത്ത മാസം തുടങ്ങുമ്പോൾ 100 രൂപ തന്നെ വേണം ചെലവുകൾക്കൊക്കെ വേണ്ടി. ഇപ്പോൾ ഇയാൾ ബിസിനസ് കണ്ടിന്യൂ ചെയ്യാണ്, എത്ര രൂപ അയാളുടെ കയ്യിലുണ്ട്? 40 രൂപയുണ്ട്. ഇപ്പോൾ മെയിൻ ക്യാഷ്യർ അയാൾക്ക് എത്ര രൂപയും കൂടെ റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കണം? 100 എത്താൻ വേണ്ടി ഒരു 60 രൂപയും കൂടെ കൊടുക്കണം. സോ അഗൈൻ അത് 2 ക്യാഷ് എന്ന് പറഞ്ഞ് 60 വരും. ആൻഡ് ദെൻ അഗൈൻ റെസിപ്റ്റ് സൈഡിൽ 100 റുപ്പീസ് കിട്ടും. ആ 100 റുപ്പീസ് ഇതേപോലെ എക്സ്പെൻസ് ചെയ്ത് പോകുക. Yeah, this is how petty cash book is done. From exam point of view, I don't think this is going to come and test you because it's not something very popularly done. Even on a practical platform, I don't think it might be done. Exam point of view, where the chapter la ningalku itra detail aayittu petty cash onnum prepare cheyanda. Cash book aanu nammal elladum cheyyunnathu. So അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിലി ഒന്നും എഴുതിക്കാതെ ഈ ടെക്സ്റ്റിലുള്ള പ്രോബ്ലം ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് പോകും. ഇനി
ഈ പെറ്റി ക്യാഷ് ബുക്ക് ഒരു സബ്സിഡിയറി ബുക്ക് ആണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഒരു ലെഡ്ജർ കാണുമല്ലോ ഇതേപോലെ തന്നെ. സോ ഹൗ ഡു യു റെക്കോർഡ് ദി ജേർണൽ എൻട്രി അല്ലെങ്കിൽ ലെഡ്ജർ പോസ്റ്റിംഗ് എങ്ങനെയായിരിക്കും വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു അക്കൗണ്ട് ആയിട്ടാണ്, ബുക്കായിട്ടല്ലാതെ. ഇതിപ്പോൾ മറ്റൊരു ഫോമാറ്റ് ആണ് അല്ലേ? ക്യാഷ് ബുക്കിന് ഈവൻ ദോ ഇറ്റ് വാസ് നെയിംഡ് ക്യാഷ് ബുക്ക്, എഴുതി വരുമ്പോൾ ഒരു ലെഡ്ജർ പോലെ തന്നെയാണ് നമ്മൾ എഴുതി വന്നത്. പക്ഷെ പെറ്റി ക്യാഷ് ബുക്കിൻ്റെ ഈ ഒരു ഫോമാറ്റ് ലെഡ്ജറിൻ്റെ ഫോമാറ്റ് ആണോ? അല്ല, ഒരു ബുക്ക് രജിസ്റ്റർ പോലെ തന്നെയാണ്. സോ പെറ്റി ക്യാഷ് ബുക്കിൻ്റെ ഈ ഒരു പാർട്ട് ഇസ് എ സബ്സിഡിയറി ബുക്ക്. പർച്ചേസ് ബുക്കൊക്കെ പോലത്തെ ഒരു ബുക്ക് അതിൻ്റെ ഫോർമാറ്റ് തന്നെയാണ്. അപ്പോൾ ഇതിനൊരു ലെഡ്ജർ കാണണ്ടേ? വേണം. സോ ദാറ്റ് വിൽ ബി ഒരു ലെഡ്ജർ ഫോർമാറ്റ് പോലെ തന്നെ. സോ അതിലേക്ക് എങ്ങനെയായിരിക്കും എമൗണ്ടുകൾ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്? ത്രൂ ദിസ് ജേർണൽ എൻട്രി. എന്തായിരിക്കും ജേർണൽ എൻട്രി? അതിൻ്റെ ബാക്കിങ് പോസ്റ്റിംഗ് വരണമെങ്കിൽ ഈ പെറ്റി ക്യാഷ് ബുക്കിൽ നിന്ന് പെറ്റി ക്യാഷ് അക്കൗണ്ടിലേക്ക് എങ്ങനെ പോസ്റ്റ് ചെയ്യും? പെറ്റി ക്യാഷ് ബുക്ക് തുടങ്ങിയതെങ്ങനെ? 100 രൂപ ക്യാഷായിട്ട് ക്യാഷിയറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതല്ലേ? അപ്പോൾ അതിനുള്ള എൻട്രി എന്തായിരിക്കും? മെയിൻ ക്യാഷ് അക്കൗണ്ട് കുറഞ്ഞു, പെറ്റി ക്യാഷ് കൂടി. സോ എൻട്രി പെറ്റി ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. പെറ്റി ക്യാഷിൽ ടു ക്യാഷ് എന്ന് പറഞ്ഞൊരു ഡെബിറ്റ് വരും. ഇനി ഈ കിട്ടിയ പൈസയിൽ നിന്നാണ് പല എക്സ്പെൻസുകളും നമ്മൾ ചിലവാക്കുന്നത്. അപ്പോൾ ഓരോ ഡേറ്റ് വൈസ് എക്സ്പെൻസ് ഒന്നും എഴുതണ്ട. നമ്മൾക്ക് കൺവെൻസിൻ്റെ ടോട്ടൽ 6.5 രൂപ, കാർട്ടേജ് 9.5 എന്നൊക്കെയുണ്ട്. ആ ടോട്ടൽ അങ്ങോട്ട് എഴുതിയാൽ മതി. എക്സ്പെൻസുകളെല്ലാം ഡെബിറ്റ് ചെയ്യുക. പെറ്റി ക്യാഷ് ഉപയോഗിച്ചാണ് ഇതൊക്കെ പേ ചെയ്തത്. അപ്പോൾ പെറ്റി ക്യാഷിന് ക്രെഡിറ്റ് ചെയ്യുക. അത് തന്നെയാണ് നമ്മൾ ആ അക്കൗണ്ടിൽ പോസ്റ്റും ചെയ്തത്. ബൈ സൺട്രീസ് എന്ന് ഉദ്ദേശിച്ചത് എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് എഴുതാൻ വേണ്ടിയാണ്. ഈ ബൈ സൺട്രീസ് മനസ്സിലായില്ലെങ്കിൽ അങ്ങ് വിട്ടേക്ക്. ബൈ കൺവേയൻസ്, ബൈ കാർട്ടേജ് അക്കൗണ്ട്, ബൈ സ്റ്റേഷനറി അക്കൗണ്ട് എന്ന് പറഞ്ഞ് ഓരോരോ ടോട്ടൽ എമൗണ്ട് എഴുതി എഴുതിയാൽ മതി. 6.5 രൂപയാണ് എഴുതിയേക്കുന്നത്, അതായത് 50 പൈസയാണോ? അങ്ങനെ എഴുതാൻ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും 50 പൈസ, 2 രൂപ, 1 രൂപ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ പിന്നെയും TDS വർക്കാണ് അല്ലേ? അപ്പോൾ പെറ്റി ക്യാഷ് ബുക്കിൽ നിന്ന് ഈ ടോട്ടൽസ് കിട്ടും. ആ ടോട്ടൽ എടുത്ത് നമ്മൾ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്താൽ മതി. സോ പെറ്റി ക്യാഷ് ബുക്ക് അലോൺ, ഈവൻ ദോ ക്യാഷ് ബുക്കിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആണെങ്കിലും പെറ്റി ക്യാഷ് ബുക്ക് ഒരു സബ്സിഡിയറി ബുക്ക് മാത്രമാണ്. സോ അതിനൊരു സെപ്പറേറ്റ് പ്രസൻറ്റേഷൻ ഉണ്ട്. അതിൻ്റെ അർത്ഥം അതിന് റെലവെൻ്റ് ആയിട്ടുള്ള ഒരു ledger അക്കൗണ്ടും ഓപ്പൺ ചെയ്യും, which is in the normal format of a ledger that we have already learned. But when it comes to main cash book, that cash book is both a subsidiary book as well as a ledger or principal book, except this discount column. അത് mere presentation വേണ്ടി മാത്രമാണ് as part of subsidiary book presentation. ഈ രണ്ട് അക്കൗണ്ടുകൾ സെപ്പറേറ്റ് ഒരു ലെഡ്ജർ ആയിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യും. അതുകൊണ്ട് ക്യാഷ് ആൻഡ് ബാങ്ക് എന്ന് പറയുന്ന കോളങ്ങൾ മാത്രമേ നമ്മൾ ബാലൻസ് ചെയ്യാറുള്ളൂ when we are preparing cash book. ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ എമൗണ്ട് എന്ന് പറയുന്ന കോളം മാത്രമേ നമ്മൾ ബാലൻസ് ചെയ്യുള്ളൂ. ഡിസ്കൗണ്ട് കോളം ടോട്ടലി എഴുതി. സിംഗിൾ കോളം ക്യാഷ് ബുക്കിൽ ഡിസ്കൗണ്ട് എന്ന് പറയുന്ന കോളമേ ഇല്ല, അപ്പം അതിനെക്കുറിച്ച് പറയേണ്ട. എമൗണ്ട് കോളം എന്ന് പറയുന്നത് ക്യാഷിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്, അതിനെ ബാലൻസ് ചെയ്യും. So I hope you have understood. We have repeated many things again and again so that it registers in your mind. Very important chapter, not from exam point of view, but for your future chapters and future inter levels also. അവിടെയൊക്കെ നമ്മൾ ഈ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പക്ഷെ സബ്സിഡിയറി ബുക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ അത്ര അങ്ങോട്ട് നമ്മൾ ഫ്യൂച്ചറിലൊന്നും യൂസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമില്ല. അപ്പോൾ റെലവൻറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ക്യാഷ് ബുക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിൽ പെറ്റി ക്യാഷ് ബുക്ക് ഉണ്ട്, ക്യാഷ് ബുക്ക്. സോ മേക്ക് ഷുവർ നിങ്ങൾ നല്ലപോലെ ഒന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്ലാസ് വി ആർ വൈൻഡിങ് അപ്പ് this class, and in next class we are going to take up the last unit from this chapter of accounting process, which is the most important chapter from this entire chapter of accounting process. എല്ലാത്തിൻ്റെയും മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അധികം വരാൻ സാധ്യതയുള്ള ചാപ്റ്ററാണ് യൂണിറ്റ് 10 എടുക്കാൻ പോകുന്നത്, which is rectification of errors. സോ ഈ റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് എന്നൊക്കെ പറഞ്ഞ മെയിൻ ചാപ്റ്റർ നമ്മൾക്ക് പഠിക്കണമെങ്കിൽ ഈ ബേസിക് ആയിട്ടുള്ള ജേർണൽ, ലെഡ്ജർ, ട്രയൽ ബാലൻസ് ഒക്കെ നമ്മൾക്ക് അറിയണം. അതിനു വേണ്ടിയാണ് അതിനു മുന്നേ ഇത്രയും യൂണിറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ ഗോ ഹെഡ്. For those who are new to accounts and those who want their
basics to be strong. Go ahead and read few of the theories അല്ലെങ്കിൽ കുറച്ച് പ്രോബ്ലംസ് ടെക്സ്റ്റിൽ നിന്നും ഒക്കെ ഒന്ന് വായിച്ച് ഒന്ന് thorough ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ റെക്ടിഫിക്കേഷൻ എറേഴ്സ് വി വിൽ ടേക്ക് അപ്പ്. വിത്ത് ദാറ്റ് ബേസിക്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം ആൻഡ് പുതിയ പുതിയ ചില ടോപ്പിക്സ് ആണ് വിച്ച് ആർ എൻറ്റയർലി ന്യൂ ഓർ ഡിഫറെൻറ്റ്. അതിൽ ഈ ബേസിക്സിൽ നിന്നും അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് വരുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ പുതിയ പുതിയ കാര്യങ്ങളായിരിക്കും. ഇനി റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് നമ്മൾ കഴിഞ്ഞാൽ പഠിക്കാൻ പോകുന്നത്. സോ ഇത്രയും പഠിച്ച അക്കൗണ്ടിങ് പ്രോസസ് ബേസിക്സും അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ഒക്കെ ഉള്ളത് നല്ല ധാരാളമായി വെച്ചിരിക്കുക ബിഫോർ യു ലിസൺ ടു ദ നെക്സ്റ്റ് ക്ലാസ്. So till we meet again, stay safe and healthy. Thank you.